നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത് ടേബിളും കൊറിയും കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ വെറുതെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചു, ഒന്ന് ടേബിൾ എന്ന് പറഞ്ഞത് ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ ടേബിൾ എന്താണ്? പലരും രണ്ടുപേരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, നല്ല സജഷൻ ആയിരുന്നു. അതായത് ഒരു ആക്സസ് സോഫ്റ്റ്വെയറിന്റെ മെയിൻ പാർട്ടാണ് ഈ പിന്നെ ടേബിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. അതായത് ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ഈ ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അതായത് ഡേറ്റ തിരിച്ചു കിട്ടണമെങ്കിൽ ഓൺലി ഡേറ്റ മതിയാവും. ആ ഡേറ്റയിലേക്ക് ടേബിൾ മതിയാവും. ആ ടേബിളിൻ്റെ അകത്താണ് നമ്മുടെ ഡേറ്റ മൊത്തം ഇരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഡേറ്റ എന്ന് പറയുന്നത് ടേബിളാണ്. ആ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ടേബിൾ. ഞാൻ ശരിക്കും ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഞാനൊരു ഒഫീഷ്യൽ സ്റ്റൈലിലല്ല, പ്രൊഫഷണൽ സ്റ്റൈലിലല്ല ക്ലാസ് എടുക്കുന്നത്. നമ്മളെ സംസാരിക്കുന്ന ഒരു സ്റ്റൈലിലുള്ള ഒരു പർപ്പസിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ടേബിളിനെ പറ്റി കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ടേബിൾ കൊറി എന്നതിൻ്റെ ഒക്കെ ഒരു പ്രോപ്പർ ഡെഫിനിഷനും കൂടെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഓരോ ലൈൻ വായിക്കാം, അത് കൂടെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ടേബിളിനെ പറ്റിയാണ്. ടേബിളിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് കയറുകയാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ആക്സസ് ഈസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡാറ്റാബേസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. അതിലെ മൈക്രോസോഫ്റ്റ് ആക്സസിൽ സ്റ്റോർ ഡേറ്റ ഇൻ ടേബിൾസ് ആൻഡ് ക്യാൻ എക്സിസ്റ്റ് എ സിംഗിൾ ഫയൽ ദാറ്റ് അലോസ് ഫോർ ബേസിക് ഡേറ്റ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. നമുക്ക് ആ ടേബിളിൽ മാത്രമാണ് നമ്മുടെ ഡേറ്റകൾ കിടക്കുന്നത്. എപ്പോഴും നമുക്ക് ഡേറ്റ കിട്ടുന്നത് റിട്രീവ് ചെയ്യണമെങ്കിൽ ഈ ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. ഈച്ച് ഡേറ്റാബേസ് ഫയൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് ടേബിൾസ്, ക്വറീസ്, ഫോംസ് ആൻഡ് റിപ്പോർട്ട്സ്. ബാക്കി മാക്രോവും മൊഡ്യൂളൊന്നും ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മെയിനായിട്ട് ഈ 4 ഭാഗങ്ങളാണെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ MS Access ടേബിൾസ് ആർ ദ കീ ഒബ്ജക്ട്സ് ഇൻ ആക്സസ് ഫയൽ. കീ ഒബ്ജക്റ്റ് ആകാൻ കാരണം എന്താ? ടേബിൾസ് ആർ ദ കീ ഒബ്ജക്ട് ഇൻ ദ ആക്സസ് ഫയൽ എന്ന് പറഞ്ഞാൽ ആക്സസ് ഫയലിലെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ടേബിളുകളാണ്. എന്താണ് റീസൺ? എന്താണ് കീ ഒബ്ജക്ട്സ് ആകാൻ കാരണം? നമ്മുടെ ഡേറ്റ എല്ലാം അതിൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ടാണ്. ഇനി ടേബിൾ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു നമ്മളെ എക്സൽ ഷീറ്റ് പറയുന്നത് പോലെ എക്സൽ എന്തുണ്ട്? റോയും ഉണ്ട്, കോളവും ഉണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്ത് ടേബിളിൻ്റെ അകത്ത് റോയും ഉണ്ട്, കോളവും ഉണ്ട്. റോ മീൻസ് നമ്മളിപ്പോൾ നേരെ റോ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റയാണ്. ആ റോ ഈസ് ദ റെക്കോർഡ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഡിവിജ്വൽ ഡേറ്റ പീസസ് മേക്കിംഗ് അപ്പ് ആൻ ഇൻഡിവിജ്വൽ റെക്കോർഡ്. ഒരു പർട്ടിക്കുലർ റെക്കോർഡാണ് ആ റോ എന്ന് പറയുന്നത്. പിന്നെ കോളം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഫീൽഡുകളാണ്. നമ്മൾ എക്സലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ മുകളിൽ നിന്ന് താഴോട്ടുള്ളത് ഫീൽഡുകളാണ്. ഫോർ എക്സാമ്പിൾ, ദ ഫീൽഡ്സ് ആർ കോളം കൺസിസ്റ്റ് ഓഫ് കാറ്റഗറൈസ് ഇൻഫർമേഷൻ സച്ച് ആസ് ടെലിഫോൺ നമ്പേഴ്സ്. ദ റോ ഈസ് ദ റെക്കോർഡ് വേർ ദ ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി. അതിനകത്ത് ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഇത് തന്നെ അടുത്ത പേജിൽ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് റോയും കോളം, ഇതാണ് നമ്മൾ ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു റോ കാണിച്ചില്ലേ? അതൊരു പർട്ടിക്കുലർ ഡേറ്റയിലെ ഒരാളിന്റെ, ഇപ്പൊ സിയോൺ വെനീർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഡേറ്റയാണ്, അവരുടെ റെക്കോർഡാണ്. പിന്നെ ടെലിഫോൺ എന്ന് പറഞ്ഞാൽ മുകളിൽ താഴോട്ട് അതൊരു കോളമാണ്. ആ കോളം എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ കൺസ്യൂമറിന്റെ മാത്രമല്ല, ആ എല്ലാത്തിൻ്റെയും കൂടെ ടെലിഫോൺ നമ്പർ കാണിക്കുന്ന ഒരു ഫീൽഡാണ്. ടെലിഫോൺ എന്ന് പറയുന്നത് ഫീൽഡാണ്. അപ്പോൾ കോളം ഈസ് റെപ്രസെന്റിങ് എ ഫീൽഡ്. അപ്പൊ ഇതാണ് ടേബിൾ എന്ന് പറയുന്നത്. ഇനി ടേബിൾ തുടങ്ങുമ്പോൾ, നമ്മൾ ടേബിൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ പലർക്കും നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട്. ടേബിൾ തുടങ്ങുക എന്നുള്ളതല്ല, നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ കയറിയിട്ട് ഒരു ടേബിളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കയറേണ്ട കാര്യം വരുന്നതുകൊണ്ട് വരുന്ന ആവശ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ടേബിൾ ഉണ്ടാക്കേണ്ടതായ ആവശ്യം മിക്കവാറും ആൾക്കാർക്ക് വന്നില്ല. പിന്നെ നമ്മുടെ അക്കാഡമിക് ഇൻട്രസ്റ്റ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് വരും. അപ്പോൾ സാധാരണ ശരിക്കും ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഈ 2003 എന്ന് പറയുന്ന വേർഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ക്ലാസ് എടുക്കുന്നെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2019 ഒരു 60-70% ഇത് തന്നെയാണ്. ഞാൻ ഈ എടുക്കുന്ന ക്ലാസ് തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിന് നമുക്ക് ഈസി ആയിട്ട് കാണണം. അപ്പോൾ ഒരു ടേബിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആ ടേബിൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ വലത് സൈഡ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ഒരു സംഗതി. ഈ വലത് സൈഡ് കണ്ടത് ടേബിൾസിൽ മൗസ് വെച്ചിട്ട് ക്രിയേറ്റ് ഡിസൈൻ വ്യൂ, ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ, വിസാർഡ്, എൻറ്ററിങ് ഡാറ്റ, ഇങ്ങനെ 3 ഓപ്ഷൻ. സാധാരണ ആക്സസിൽ ടേബിള്
ക്രിയേറ്റ് ചെയ്യുന്നത് ഈ 4 മെത്തേഡുമില്ല. ഒന്ന് ഡിസൈൻ വ്യൂ, 2 ടെംപ്ലേറ്റ് ഉപയോഗിക്കുക. സന്തോഷെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സന്തോഷിന്റെ ഇത് പിന്നെ വരുന്നുണ്ടല്ലോ. സന്തോഷിന്റെ മൈക്ക് ആയിട്ടില്ല കേട്ടോ. നന്ദു ശരിയായി. സന്തോഷിന്റെ മൈക്ക് ആയിട്ടില്ല. സന്തോഷിനെ കേൾക്കാൻ പറ്റുന്നില്ലെന്ന് കരുതുന്നു. ആരെങ്കിലും പറ്റുമെങ്കിൽ സന്തോഷിന്റെ അടുത്തൊന്ന് വിളിച്ചു പറഞ്ഞേക്കാം. അപ്പൊ ഡിസൈൻ വ്യൂ, പിന്നെ ടെംപ്ലേറ്റ്, വിസാർഡ്, എൻറ്ററിങ് ഡാറ്റ. സന്തോഷിനെ കേൾക്കാമോ? സന്തോഷാണോ സംസാരിക്കുക? പക്ഷെ ഇത് മൈക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ശരി. ഓക്കെ. അപ്പൊ ഈ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാല് ഡിസൈൻ വ്യൂ നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യമാണ് നമ്മളിപ്പോ ഒന്നും കൂടെ നമ്മൾ പറയുന്നത്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡ്, പവർ പോയിന്റ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് റെഡിമെയ്ഡ് ഡിസൈനുകൾ അതിൽ കിടപ്പുണ്ട്. ഈ 2003 ടെംപ്ലേറ്റ് ഒന്നുമില്ല. അപ്പൊ അതിൻ്റെ അകത്ത് ഡിസൈൻ വ്യൂ ഉണ്ട്, വിസാർഡ് ഉണ്ട്, എൻറ്ററിങ് ഡാറ്റ ഉണ്ട്. അതിലെ ഈ വിസാർഡ് എന്ന് പറഞ്ഞത് നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജിൽ ഇത് വർക്കിംഗ് അല്ല. ഞാനത് ട്രൈ ചെയ്ത് നോക്കി, ഇതിനകത്ത് വർക്കിംഗ് അല്ല. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഞാൻ ഡിസൈൻ വ്യൂവും ഡയറക്റ്റായിട്ട് എൻറ്ററിങ് ഡാറ്റയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എൻറ്ററിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടൊന്നുമില്ല. വെറുതെ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടേബിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ 2 മെത്തേഡാണ്. ഒന്ന് ഡിസൈൻ വ്യൂവിൽ സ്റ്റാർട്ട് ചെയ്യും, അതല്ലെങ്കിൽ ബൈ എൻറ്ററിങ് ഡാറ്റയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ once a table is created, the user can enter data into the table. After entering the first record and hitting enter, നമുക്കറിയാമല്ലോ ഒരു ലൈൻ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് അവസാനം എൻ്റർ അടിച്ചു കഴിയുമ്പോൾ അടുത്ത ലൈന് സ്ഥലം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ടാബ് അടിക്കുന്ന പോലെ, ഈ എക്സൽ ഷീറ്റിൽ ടാബ് അടിക്കുന്ന പോലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ടേബിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സപ്പോസ് ഈ കാണുന്ന ഇതിന്റെ തുടക്കമൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡിൽ എടുക്കുന്നത്. നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഡിസൈൻ വ്യൂവില് എടുക്കുന്നതായിട്ട് പ്ലാൻ ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ ഇനി പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ വന്നാലോ. ഈ ടേബിളിൽ നിന്ന് ഞാൻ ഫയൽ ഇപ്പൊ ടേബിൾ എടുത്തു, അതിൻ്റെ അകത്ത് ഡിസൈൻ വ്യൂ എടുത്തു. ഇപ്പൊ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇതാണ് ഡിസൈൻ വ്യൂ എന്ന് പറഞ്ഞ സംഗതി. ഇതാണ് ഡിസൈൻ വ്യൂ. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അത് ഫീൽഡ് ടൈപ്പ് ചെയ്യുന്നു, പിന്നെ ഡാറ്റ ടെക്സ്റ്റോ ഏതാണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്യുന്നു. അതാണ് ഒരു മെത്തേഡ്. ഇതിനാണ് ഡിസൈൻ വ്യൂ എന്ന് പറഞ്ഞത്. രണ്ടാമത് എൻ്ററിങ് ഡാറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരു ഡാറ്റ അങ്ങോട്ട് ഡയറക്റ്റ് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തിട്ട് ഫീൽഡ് 1, ഫീൽഡ് 2, ഫീൽഡ് 3 ഒക്കെ പിന്നീട് നമ്മൾ എടുത്ത് എഡിറ്റ് ചെയ്യാം. ഇത് നല്ലൊരു മെത്തേഡ് അല്ല. നമ്മളെ ഡിസൈൻ വ്യൂവിലാണ് നമ്മൾ എല്ലാ നമ്മുടെ വർക്ക് മൊത്തം ചെയ്തിരിക്കുന്ന ഡിസൈൻ വ്യൂവിലാണ്. ഓക്കെ, ഇനി നമ്മൾ സ്ലൈഡിലേക്ക് കയറുകയാണ്. അപ്പോൾ ഒരു അഡ്രസ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് എടുത്തു കഴിഞ്ഞിട്ട് അതിനെ ടെക്സ്റ്റ് ഏത് ടൈപ്പ് ഡാറ്റയാണ് വേണ്ടിയെന്ന് നമ്മൾ തീരുമാനിച്ചു. എന്നിട്ട് അതിന്റെ വലത് സൈഡിൽ പിന്നെ ആ ടെക്സ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അഡ്രസ് അല്ലെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ എഴുതാം. പിന്നെ ഇതിന്റെ അഡ്രസ്സിന്റെ ടെക്സ്റ്റിൽ എടുത്തിട്ട് ഇവിടെ ഞാൻ ഫീൽഡ് സൈസ് 50 എടുക്കുന്നു. ഇവിടെ ഇടത്തെ സൈഡിൽ ജസ്റ്റ് ടെക്സ്റ്റ് എടുക്കുന്നതായിട്ടൊന്നും ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഈ 50 വന്നത് ഡീഫോൾട്ടായിട്ട് വന്നതാണ്. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ 50നെ നമ്മൾ 250 ആക്കി മാറ്റി. കാരണം അഡ്രസ്സ് നമുക്ക് കൂടുതൽ സ്ഥലം വേണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫീൽഡ് തുടങ്ങുന്നതെന്ന് കാണിച്ചതാണ്. ഓക്കെ, ഇനി അടുത്ത് വേറൊരു ഫീൽഡാണ് ഇത്. അതിൻ്റെ അകത്ത് വേറൊരു ഫീൽഡ് എടുത്ത് അതിന്റെ പ്രോപ്പർട്ടി എടുക്കുന്നതായിട്ട് ഞാൻ കാണിച്ചു തരിക. ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പൊ ന്യൂ എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് നമ്മൾ ഉണ്ടാക്കി. ആ ന്യൂ എന്ന് പറഞ്ഞ ഫീൽഡിനെ നമ്മൾ എടുത്തിട്ട് അത് ഡിഫൈൻ ചെയ്ത് ടെക്സ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് സ്പേസ് 2 മതി. ഓക്കെ, 2 മതി. നിങ്ങൾക്കറിയാം നമ്മുടെ ആക്സസിൽ നമ്മൾ പിന്നെ ആ ന്യൂ ഇൻസ്റ്റലേഷൻ ആണോ, ഓൾഡ് ആണോ, അതോ ലോക്കൗട്ട് ആണോ, ക്ലോസ്ഡ് ആണോ എന്ന് പറയുന്ന ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ ന്യൂ എന്ന് പറഞ്ഞതിനെ നമ്മൾ ടെക്സ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് ആ ആക്സസ് ഫയൽ ഉണ്ടാക്കുന്ന സമയത്തുള്ള കാര്യമാണ് ഇത് പറയുന്നത്. അപ്പൊ ടെക്സ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യും. എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വാലിഡേഷൻ റൂള്, പിന്നെ ഇൻവേർട്ടഡ് കോമയ്ക്കകത്താ, ഇൻവേർട്ടഡ് കോമ, ഓർ ഇതൊരു സിൻടാക്സാ. ഇതുപോലെ തന്നെ ഒരു ഗ്രാമറാണ്, ആക്സസിന്റെ ഒരു ഗ്രാമറാണ് ഇത്. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തെങ്കിലേ അത് വർക്ക് ചെയ്തോളൂ. അപ്പൊ നമുക്കിവിടെ വേണ്ടിയത് N വേണം, O വേണം, ലോക്കൗട്ട് LO വേണം, CL വേണം. അത് റെഡിമെയ്ഡ്. ഇതല്ലാതെ വേറെ എൻട്രി ഒന്നും വരരുത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിനകത്ത് നമ്മൾ AE ഡെപ്യൂട്ടി ചെയ്യുന്നൊക്കെ എഴുതിയില്ലേ, അത് തന്നെയാണ് ഈ സംഭവം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജനറലിന്റെ അകത്ത് ഇങ്ങനെ കയറി എഴുതാം. അപ്പൊ അത് വാലിഡ് അല്ലെങ്കിൽ നമ്മൾ നോട്ട് എ വാലിഡ് എൻട്രി എന്ന് കാണിക്കും. അതല്ലെങ്കിൽ ലുക്കപ്പിൽ കയറി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഞാൻ ഒരു ഫീൽഡ് പറഞ്ഞതേ ഉള്ളൂ. ഇനി വലത് സൈഡിൽ വേറൊരു ഫീൽഡ് നമ്പർ. ആ MOI എന്ന് പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ആണ്. അതിനകത്ത് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ എഴുതുക. ഇതുപോലെ നമുക്ക് ഇടത്ത് സൈഡിൽ നമ്മൾ ഡയറക്റ്റ് എൻട്രി എഴുതുക.
ഇവിടെ വാലിഡേഷൻ, അതായത് ഇടത് സൈഡിലെ വാലിഡേഷൻ റൂൾ എന്തായിരുന്നു? എൻ വേണോ ഓ വേണോ അങ്ങനെയായിരുന്നു. വലത് സൈഡിൽ വാലിഡേഷൻ റൂൾ നമ്മൾ പറയുന്നത് ആ എൻട്രി MOI എന്ന് പറഞ്ഞ എൻട്രി എന്താ MOI എന്ന് പറഞ്ഞാൽ മന്ത് ഓഫ് ഇൻസ്പെക്ഷൻ. ആ മന്ത് ഓഫ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ 1 മുതൽ 12 വരെ വരാവും. 12 മാസമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതി ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 13 ആൻഡ് നോട്ട് ലെസ് ദാൻ 0. മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്ക് നമ്മളെ പഠിച്ച മാത്തമാറ്റിക്സ് മതി. എക്സലിലൊക്കെ നമ്മൾ ഈ ഫോർമുല എല്ലാം ഉപയോഗിക്കുന്ന. അപ്പൊ അങ്ങനെയുള്ള ആ എൻട്രിയും കാര്യങ്ങളും വാലിഡേഷൻ റൂളിൽ നമുക്ക് എഴുതാം. ഇതൊക്കെ ഒന്ന് ഡീപ്പായിട്ട് നമ്മൾ ഇപ്പൊ തന്നെ പഠിക്കും. അപ്പൊ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോ 14 എന്ന് പറഞ്ഞ ഒരു നമ്പർ അറിയാതെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മെസ്സേജ് വരും ഇൻവാലിഡ് മന്ത് എന്ന് പറയും. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് അതിൻ്റെ അകത്ത് അലൗഡ് ആണ്. കാരണം ഒരു 6 എന്ന് പറഞ്ഞ മാസം എത്രയോ പേര് ഉപയോഗിക്കും, എത്രയോ സൈറ്റിൽ ഉപയോഗിക്കും അല്ലെ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് ആണ്. ഓക്കെ. ഇനി വേറെ അതിൻ്റെ അകത്ത് ഫീൽഡ് ഉണ്ടാക്കുമ്പോൾ വേറെ ഒരു പ്രോപ്പർട്ടി എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയാണ് ഇത് എടുക്കുന്നത്. അപ്പൊ സെക്ഷൻ എടുക്കും. സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫീൽഡിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സോഫ്റ്റ്വെയറിൽ ചെയ്തിട്ടിരിക്കുന്നത്? സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ടെക്സ്റ്റ് ആയിരിക്കണം. ഇലക്ട്രിക്കൽ സെക്ഷൻ ആണ്. ഇവിടെ വലച്ച് എഴുതിയിട്ടുണ്ട് ഇലക്ട്രിക് സെക്ഷൻ ആണ്. പിന്നെ അതായത് ഈ HT0 എന്ന് പറഞ്ഞ ടേബിളിന്റെ അകത്ത് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു എൻട്രി ഉണ്ട്. ആ സെക്ഷന്റെ അകത്ത് ഇപ്പൊ എറണാകുളം ജില്ലയിലാണെങ്കിൽ സെക്ഷനിൽ ഒരു ഇൻസ്റ്റലേഷന്റെ പേരിൽ എന്ത് ചെയ്യും? ഇപ്പോ പിന്നെ വൈറ്റില സെക്ഷൻ അല്ലെങ്കിൽ പള്ളുരുത്തി സെക്ഷൻ അങ്ങനെ ഓരോന്ന് വരും. അപ്പോ സെക്ഷൻ എന്ന് പറയുന്ന വേറൊരു ടേബിൾ കാണും. ആ ടേബിളിന്റെ അകത്തുള്ള ഡേറ്റയാണ് ഈ ഇലക്ട്രിക്കൽ, അതായത് HT0 എന്ന് പറഞ്ഞ ടേബിളിന്റെ അകത്തോട്ട് കയറി വരേണ്ടത്. അത് നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പം വൈറ്റില എന്ന് പറഞ്ഞ ഒരാൾ സെക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പം VYTTI എന്ന് എഴുതും ഒരാൾ, അല്ലെങ്കിൽ വേറൊരാൾ VI എന്ന് എഴുതും. അങ്ങനെ പലത് എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സെക്ഷൻ എന്ന് പറഞ്ഞ ഉള്ള എറണാകുളം ജില്ലയിലുള്ള എല്ലാ സെക്ഷനും കൂടെ ഒരു ടേബിളിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് റെഡിയാക്കി നമ്മൾ വെച്ചിരുന്നു. അതിൽ നിന്ന് മാത്രമേ എടുക്കാവൂ. അല്ലെങ്കിൽ നമ്മുടെ കണക്കുകൾ മൊത്തം തെറ്റിപ്പോവും. ഓരോരുത്തർക്കും തോന്നുന്ന പോലെ സെക്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ സെക്ഷനെ നമ്മൾ ആ ടേബിളുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുക. അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതാ ഇവിടെ മുകളിൽ ഹെഡിങ് നോക്കി, ടേബിൾസ് ഡാറ്റ ടൈപ്പ് റെഡിമെയ്ഡ് ഡാറ്റ ത്രൂ ലുക്കപ്പ്. ഇവിടെ ലുക്കപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ലുക്കപ്പിലൂടെ ആ ലുക്കപ്പ് പ്രസ് ചെയ്യുമ്പം ആദ്യം കോംബോ ബോക്സ് അങ്ങനെ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരെണ്ണത്തിൽ എടുത്ത് കാണിച്ചു തരാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ DCB എന്ന് പറഞ്ഞ എടുത്ത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഈ കേസ് എടുക്കുന്നിരിക്കട്ടെ. ലുക്കപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് കാണാം, പിന്നെ ലിസ്റ്റ് ബോക്സ് കാണാം, കോംബോ ബോക്സ് കാണാം. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇത് നമുക്ക് പഠിക്കേണ്ട ഒരു ടേബിൾ, അതുകൊണ്ട് ഞാൻ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പൊ കോംബോ ബോക്സ്, ലിസ്റ്റ് ബോക്സ്, പിന്നെ ഒരെണ്ണം കൂടെ കാണിച്ചു. അപ്പോ അങ്ങനെ അതിൽ നിന്ന് നമ്മൾ ഈ ഇലക്ട്രിക്കൽ സെക്ഷൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ടേബിൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ടേബിളിന്റെ പേരാണ് സെക്ഷൻ. അതായത് ആ സെക്ഷൻ എന്ന് പറഞ്ഞ ഫയലിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ സെക്ഷനുകൾ മാത്രമേ ഇവിടെ ഇതിനകത്ത് എൻട്രി വരാവൂ. മനസ്സിലായില്ല? അങ്ങനെ അത് തമ്മിൽ എടുത്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത്. അവസാനം ലിമിറ്റ് ടു ലിസ്റ്റ് എന്നും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ടേബിളിൽ തന്നെ അത് എടുത്തുനിന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു ഫയൽ. ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി എടുത്ത സംഗതിയാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ശ്രദ്ധിക്കുക. 21 MB എന്ന് പറഞ്ഞ നമ്മുടെ നോണസ്റ്റിയുടെ പീരിയോഡിക്കൽ ഫയലാണ്. അതിനെ ഞാൻ ഡിസൈൻ വ്യൂവിൽ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടേബിൾ ഉണ്ട്, അല്ല ഒരു ഫീൽഡ് ഉണ്ട്. ഇതിനെ നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. അതിൻ്റെ അകത്ത് എങ്ങനെ എൻട്രി ചെയ്തിരിക്കുന്നു നോക്കി. ഇപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ സെക്ഷൻ കണ്ടോ, പാല, കോട്ടയം ഈസ്റ്റ്, ഇത് കണ്ടോ. ഇവിടെ ഒരു ആരോ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ആരോ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പ്രസ് ചെയ്യുമ്പോൾ വേറൊരു സ്ഥലവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി. ഇത് കണ്ടോ, ഇത് എവിടെയാണ് കിടക്കുന്നത്? ഇത്രയും സാധനങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞ വേറൊരു ടേബിളും, ആ ടേബിളിലാണ് ഇതെല്ലാം കിടക്കുന്നത്. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് ഈ വലത് സൈഡ് ഇങ്ങനെ ആരോ വരുന്നത്. അതെങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നോക്കിക്കേ, ഇതിനെ 21 MB ടേബിൾ ഉണ്ടാക്കിയപ്പോൾ ഡിസൈൻ വ്യൂവിൽ പോയിട്ട് ഈ സെക്ഷൻ എടുത്തു. ആ സെക്ഷനിൽ നമ്മൾ ലുക്കപ്പ് എടുക്കുമ്പോൾ അവിടെ ടേബിൾ കൊറി, അതായത് ആദ്യം കോംബോ ബോക്സിന് പകരം ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഇങ്ങനെയാണ് കിടന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് കിടന്നത്. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നോക്കിയേ, ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ടേബിൾ ഇതിൻ്റെ അകത്ത് വരത്തില്ല. നോക്കിക്കോളൂ. 21 MB എടുത്തു. സെക്ഷൻ എടുക്കുമ്പോൾ ഇവിടുത്തെ ആരോ പോയി. കണ്ടോ, ഇവിടുത്തെ വലത്ത് സൈഡിൽ ആരോ പോയി. ഇനിയിപ്പോ നമുക്ക് തോന്നിയതുപോലെ ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റേതാണെങ്കിൽ അങ്ങനല്ല. ഇതിപ്പോ ഞാനിപ്പോ ഒരു പാലക്കാടെന്ന് വെറുതെ എഴുതുന്നതിരിക്കട്ടെ. കണ്ടോ, നോക്കണം, പാലക്കാട് അക്സെപ്റ്റ് ചെയ്തു, സേവായി അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ മറ്റേതാണെങ്കിൽ അങ്ങനെ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല.
അതെങ്ങനെയാണെന്ന് ഒന്നും കൂടെ തിരിച്ച് ഞാൻ കാണിച്ചു തരികയാണേ. ഇത് തന്നെ എടുത്ത് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ 21 MB എടുത്തു, ഡിസൈൻ വ്യൂവിൽ പോയി, സെക്ഷൻ എടുത്തു, ലുക്കപ്പ് എടുത്തു. ഈ ടെക്സ്റ്റ് ബോക്സിന്റെ അടുത്ത് നിന്ന് ഞാൻ കോംബോ ബോക്സ് എടുത്തു. കോംബോ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന ഒരു ബോക്സ് എന്നേ ഉള്ളൂ കേട്ടോ. അതിന്റെ അകത്ത് കോംബോ ബോക്സിന്റെ അകത്ത് തന്നെ സബായിട്ട് ഇത്രയും സാധനങ്ങളുണ്ട്: വാല്യൂ ലിസ്റ്റ്, ഫീൽഡ് ലിസ്റ്റ്, ടേബിൾ ആൻഡ് കോളം. അതിൽ ടേബിളും എടുത്തിട്ട് ഞാനിവിടെ സെക്ഷൻ എന്ന് എടുത്തു, SECTION. അങ്ങനെ ഒരു ടേബിൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതെടുത്ത് ഇവിടെ കൊടുത്തിട്ട് ഞാൻ അവസാനത്തെ ലൈനിൽ യെസ് എന്നും കൊടുത്തു, ലിമിറ്റ് ടു ലിസ്റ്റ് എന്നെടുത്ത് യെസ് എന്നും കൊടുത്തു. ഇനി സേവ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇനി നോക്കുക, 21 MB പോയിട്ട് ഇവിടെ പാല എന്നുള്ളടത്ത് പാലക്കാടെന്ന് അടിക്കാൻ പറ്റുമെന്ന് നോക്കുക. അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്താ, ഈ പാലക്കാടെന്ന് പറഞ്ഞത് നമ്മുടെ ഈ ലിസ്റ്റിന്റെ അകത്തില്ല, ഇതിന്റെ അകത്തില്ല. പാലക്കാട് എന്ന് പറഞ്ഞത് ഇതിന്റെ അകത്തില്ല, അവിടെ പാല മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് സംബന്ധം. പാലയുണ്ട്, അതിങ്ങോട്ട് എടുത്തിട്ടാണ്. മനസ്സിലായല്ലോ? ഒരു എൻട്രി, ഒരു ഫീൽഡിനെ പറ്റി ഞാൻ പഠിപ്പിച്ചപ്പോൾ അതെടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്ഷന് ഇതൊരു ഫീൽഡ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലുക്കപ്പ് വഴി അതിനെ ബന്ധപ്പെടുത്താൻ പറ്റും. അടുത്ത സ്ലൈഡിലോട്ടോ. ഈ സ്ലൈഡില് വേറെ ഈ കോംബോ ബോക്സ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, അവിടെ വാല്യൂ ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? വാല്യൂ ലിസ്റ്റ് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഫീൽഡ് എടുത്തു, ഇൻസ്റ്റലേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞ ഫീൽഡ് എടുത്തു, ടെക്സ്റ്റ് കൊടുത്തു, അവിടെ കോംബോ ബോക്സ് എടുത്തു. അവിടെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഇൻസ്റ്റലേഷൻ ടൈപ്പിൽ HTST, നോൺ ST ഇങ്ങനെ വരാവും. ഞാൻ ആ ടേബിളും വേണമെങ്കിൽ ഇവിടെ എടുത്ത് കാണിച്ചു തരാം, എന്നിട്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ DCB എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഇൻസ്റ്റലേഷൻ ടൈപ്പ് കണ്ടോ? ഇൻസ്റ്റലേഷൻ ടൈപ്പിന്റെ വലത്ത് സൈഡിൽ ഇങ്ങനെ ഒരു ആരവും കിടപ്പുണ്ട്. അതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? HTST ഉണ്ട്, നോൺ ST ഉണ്ട്, MB ഉണ്ട്, അതേഴ്സ് ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഉള്ള ലിസ്റ്റിൽ നിന്ന് മാത്രമേ അതെടുക്കാവൂ. ആ ലിസ്റ്റിലെ ഇത്രയും സാധനങ്ങൾ എങ്ങനെയാ വന്നെന്നാണ്, ആ ബോക്സിന്റെ അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ പഠിക്കുന്നത്. അതായത് നേരത്തെ പഠിച്ചത് ഒരു ടേബിളുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കാം. ഇപ്പൊ പറയുന്നതല്ല. ലുക്കപ്പിൽ വേറൊരു ഓപ്ഷൻ എടുക്കുന്നത്. ഇൻസ്റ്റലേഷൻ ടൈപ്പ് എടുത്തു, ലുക്കപ്പ് എടുത്തു, കോംബോ ബോക്സ് ആയിരുന്നില്ല ശരിക്കും കിടന്നത്. കോപ്പി ചെയ്ത് വെച്ചേക്കാം. ആദ്യം കിടന്നത് എങ്ങനെയായിരുന്നു? ഇത് ടെക്സ്റ്റ് ബോക്സ് ഇങ്ങനെയായിരുന്നു കിടന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് കിടന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ അതൊന്നും വരില്ല. നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ബോക്സും ഇല്ല. അപ്പൊ ബോക്സ് എങ്ങനെയാ വരുന്നത്? DCB ഡിസൈൻ വ്യൂവിൽ എടുത്തിട്ട് ഇൻസ്റ്റലേഷൻ ടൈപ്പ് കൊടുത്തിട്ട് ലുക്കപ്പിൽ പോയി ടെക്സ്റ്റ് ബോക്സ് എടുത്തു. അവിടെ ഞാൻ ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് കോംബോ ബോക്സ് കൊടുത്തു. എന്നിട്ട് ടേബിൾ ആൻഡ് ക്വറിയിൽ ടേബിൾ അല്ല നമ്മൾ എടുക്കുന്നത്, നമ്മളവിടെ വാല്യൂ കൊടുക്കുക. അപ്പം വാല്യൂ ലിസ്റ്റ് എടുത്തു, എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ടൈപ്പ് നമ്മളിപ്പോൾ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ഞാൻ പേസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇത് എഴുതുന്ന ഫോർമാറ്റ് എങ്ങനെയാന്ന് നോക്കി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോ. HTST സെമികോളൻ, നോൺ STST സെമികോളൻ, MB സെമികോളൻ, അതേഴ്സ് സെമികോളൻ, ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അത്രയും സാധനങ്ങൾ മാത്രമേ അവിടെ എൻട്രി വരാവൂ, ഇൻസ്റ്റലേഷൻ ടൈപ്പിൽ വരാവൂ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ യെസ് എന്നും കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? വേറെ എൻട്രി അവിടെ കയറി വരും. മനസ്സിലായില്ലേ? അതാണ് ഈ ഫീൽഡിനെ പറ്റിയുള്ള പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടല്ലോ, വാല്യൂ ലിസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു. അവിടെ അവസാനം യെസ് എന്നും കിടപ്പുണ്ട്, കണ്ടല്ലോ? യെസ് എന്നും കിടപ്പുണ്ട്. ഈ യെസ് വന്നില്ലെങ്കിൽ തോന്നിയതുപോലെ ആൾക്കാർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തത്. ഇനി ഇതിനകത്ത് വേറെ പഠിക്കാനുള്ളത് പിന്നെ ഈ വേറൊരു ഡേറ്റ ടൈപ്പ്. ആ ഡേറ്റ ടൈപ്പ് മെമ്മോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിന്റെ അകത്തൊക്കെ ആ സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. റിമാർക്ക് എന്ന് പറഞ്ഞ ഒരു എണ്ണത്തിൽ നമ്മൾ മെമ്മോ ഒക്കെ എടുത്ത് നമ്മൾ പഠിച്ചതാണ്. എന്നാലും ഒന്നുകൂടെ കാണിക്കുന്നേ ഉള്ളൂ. റിമാർക്കിൽ മെമ്മോ എടുത്തു. കാരണം ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ളപ്പോഴാണ് ആ മെമ്മോ എന്ന് നമ്മൾ പറയുന്നത്. ഈ വൾസ് കാണുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോമാണ്. അതിൻ്റെ അകത്ത് ഈ റിമാർക്ക്, അപ്പോൾ ഇതൊരു ടോംസ് പൈപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തില് നമുക്കൊരു നോട്ട്, അതായത് ഈ ഫയൽ അടുത്ത വർഷം ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭാവിയിൽ വരുന്നവർക്ക് വായിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുക. അപ്പൊ സാങ്ഷൻ ഓർഡർ ഡേറ്റഡ് ഈസ് എൻഡേഡ് ഇൻ PIR എന്ന് പറഞ്ഞ് വേറൊരാൾക്ക് വായിക്കാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ, ഈ ഫയല് അടുത്ത വർഷം കൈകാര്യം ചെയ്യുന്ന ആള് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാറ്റർ. അപ്പൊ അത് ചിലപ്പോൾ ഒരുപാട് ടൈപ്പ് ചെയ്യാൻ കാണും. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? മെമ്മോ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ എന്താ പഠിക്കാനുള്ളത് നോക്കാം. IIR കേസ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ്, IIR കേസ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ്, അതിന്റെ മുകളിലത്തെ ഹെഡിങ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ടേബിൾസ്, ഡാറ്റ ടൈപ്പ്, പ്രൈമറി കീ. നമ്മളൊരു ടേബിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലോസ് ചെയ്യാൻ നേരം അതിൻ്റെ അകത്ത് ചോദിക്കും, നിങ്ങൾക്ക് ഒരു പ്രൈമറി കീ വേണ്ടേ? ആക്സസിൽ ചോദിക്കും, എന്താണ് പ്രൈമറി കീ? അതാണ് ഇപ്പൊ പറയാൻ മതി. എന്താണ് പ്രൈമറി കീ? അതായത്
നമ്മളെ ഈ ടേബിളിൽ ഇപ്പൊ നമ്മൾ പഠിച്ച ഈ ഒരു ടേബിളിൽ 21 MB എന്ന് പറഞ്ഞ നോണസ്റ്റിയുടെ ഒരു ടേബിൾ ഉണ്ടല്ലോ. ആ ടേബിളിന്റെ അകത്ത് 1002 എന്ന് പറഞ്ഞ നമ്പർ ആരുടേതാണ്? അഞ്ചേരി ടവേഴ്സ് കഞ്ഞിക്കുഴി. അവരുടെ കേസ് നമ്പർ ആണ് 1002 എന്ന് പറഞ്ഞത്. അവരുടെ കേസ് നമ്പറാണ്. മനസ്സിലായില്ലേ? ആ നമ്പറിൽ അവര് മാത്രമേ അറിയപ്പെടാവൂ. അല്ലെങ്കിൽ നമ്മൾ പറയണം, നമുക്കൊരു കാർ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു കാറിന് ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. ആ രജിസ്ട്രേഷൻ നമ്പറിൽ വേറൊരു വണ്ടി കണ്ടുകൂടാ. അപ്പൊ അങ്ങനെയുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു എൻട്രി എവിടെയും കാണും. നമ്മുടെ സമയം ഇനി 10 മിനിറ്റേ ഉള്ളൂ. ആ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓഫായി പോകും. അപ്പൊ നിങ്ങൾ അത് കഴിഞ്ഞ് ഇതിന്റെ റെക്കോർഡിംഗ് ടൈം കഴിഞ്ഞ മീറ്റിംഗ് ചെയ്ത പോലെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു കയറണം. ഇപ്പൊ ഇനി ഒരു 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് രണ്ടാമത് നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ 40 മിനിറ്റ് വരുമ്പോൾ ക്ലാസ് തീരും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മൂന്നാമത്തേതിലോട്ട് പോകും. ഓക്കെ, നമ്മൾ ഈ പ്രൈമറി കീ എന്താണെന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു വണ്ടിക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ ഗ്ലോബലി അത് യുണീക്ക് ആയിരിക്കും. വേറെ ആർക്കും ആ നമ്പർ കാണരുത്. അതേപോലെയുള്ള ഫീൽഡുകളെ ഏത് ഡാറ്റാബേസിലും ഒരു ടേബിളിൽ ഉണ്ടായിരുന്നാൽ കൊള്ളാം. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഒരു പ്രൈമറി കീ ക്രിയേറ്റ് ചെയ്യുക. വേണമെങ്കിൽ മതി, അത്യാവശ്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ടേബിളുകളൊക്കെ പിന്നെടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ നമ്പറിന് വളരെ ഇമ്പോർട്ടൻസ് വരും. അപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, തൃശ്ശൂർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അവർക്ക് DCB കിട്ടുന്നില്ല. നോണസ്റ്റി IIRൽ DCB കിട്ടുന്നില്ല. കാരണം എന്താ അറിയോ? ഇതിൻ്റെ അകത്ത് കീ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് കേസ് നമ്പർ ആയിരുന്നു. ആ കേസ് നമ്പറിൽ അവരുടെ സോഫ്റ്റ്വെയറിൽ എന്തോ എറർ വന്നിട്ട് അത് കീ ഫാക്ടർ എന്നുള്ള പറഞ്ഞ ആ പ്രൈമറി കീ എന്നുള്ളത് സംഗതി എങ്ങനെയോ മിസ്സായി. അതായത് ഇതിൻ്റെ അകത്തൊരു കീയുടെ ഒരു സിമ്പിൾ ഉണ്ട്. ഞാൻ ഇതിന്റെ തിരിച്ച് ഡിസൈൻ വ്യൂവിൽ എടുത്ത് കാണിച്ചു തരാം. ഈ 21 MB ഡിസൈൻ വ്യൂവിൽ ഇവിടെ ഒരു താക്കോല് പോലെ ഇരിക്കുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ഒരു താക്കോല് പോലെ ഇരിക്കുന്നുണ്ടോ? അതാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ആ പ്രൈമറി കീയുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ടേബിള് 31 IIR ടേബിൾ _MB എന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ IIRന്റെ നോണസ്റ്റി IIRന്റെ ടേബിൾ. അതിൻ്റെ അകത്തൊരു IIR കേസ് നമ്പർ ഉണ്ട്. അതിന്റെ ഇടത്ത് സൈഡിൽ ഒരു കീ വെച്ചിട്ടുണ്ട്. ആ കീ ഉള്ള IIR _ കേസ് എന്ന് പറഞ്ഞത് ആ ടേബിളിന്റെ പ്രൈമറി കീ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ പ്രൈമറി കീ ഫീച്ചർ ഇൻ MS Access ഈസ് എ വേ ഓഫ് യൂണിക്കലി ഐഡന്റിഫൈങ് ആൻ ഇൻഡിവിജ്വൽ റോ ഓഫ് ഡാറ്റ. A car has a registration number and that is a unique reference to that vehicle. With the registration number, you know everything about that vehicle, date of manufacture, year, registration color, engine size, etc. ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഹിസ്റ്ററി കിട്ടും. അതായത് ഇപ്പൊ 1002 നമ്മൾ അടിച്ചു കൊടുത്ത് കേസ് നമ്പർ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇൻസ്റ്റലേഷന്റെ ഡാറ്റ മൊത്തം നമുക്ക് കിട്ടും. 1002 അടിച്ചു കൊടുത്താൽ അഞ്ചേരി ടവേഴ്സ് കഞ്ഞിക്കുഴിയുടെ പിന്നെ എക്യുപ്മെന്റ് ഡീറ്റെയിൽസും എന്നാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നതും എത്ര രൂപ അവർ തരാനുള്ളതും എല്ലാം അവിടെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആ ഫീൽഡിനെയാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നത്. അത് നമ്മൾ ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ പ്രൈമറി കീ തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ നോക്കിയ കേസ് നമ്പർ പ്രൈമറി കീ എടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന പ്രൈമറി കീ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അനുവദിക്കത്തില്ല. അപ്പൊ ആ പ്രൈമറി കീ ഉള്ള ആ ഫീൽഡ് കേസ് എന്ന് പറഞ്ഞത് അതിന്റെ കൂടെ ഇങ്ങനെ യെസ് നോ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് വരും. അത് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എൻട്രി 1002 എന്ന് പറഞ്ഞ നമ്പർ രണ്ടാമത് എൻട്രി ചെയ്യാൻ പറ്റത്തുമില്ല. ഇതേ ഫയലിൽ 21 MB എന്ന് പറഞ്ഞ ഇതേ ഫയലില് നമുക്ക് ഈ പ്രൈമറി കീ ഉള്ള കേസ് എന്ന് പറഞ്ഞ ഫീൽഡ് അല്ലാതെ വേണമെങ്കിൽ, പക്ഷെ ഒരു പ്രൈമറി കീയെ പറ്റത്തുള്ളൂ. നമ്മളെ ഈ ഇതിന്റെ അകത്ത് ഒരു പ്രൈമറി കീയെ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അതേ സ്വഭാവമുള്ള വേറൊരു ഫീൽഡ് ഉണ്ടാക്കാം. ഇപ്പൊ നെയിം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, SBI വൈറ്റില എന്ന് പറഞ്ഞാൽ ശരിക്കും 2 SBI ഉണ്ട് വൈറ്റിലയിൽ. നമ്മൾ ഫീസ് കൂട്ടി വരുമ്പോൾ 2 പേർക്കും 2 കേസ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ തെറ്റിപ്പോകും. നമ്മൾ ഒരാളൊരു ഇൻവോയ്സ് ആവശ്യപ്പെട്ട് വരുമ്പോൾ നമ്മൾ അറിയാതെ മറ്റേ SBI ആയിരിക്കും എടുത്തു കൊടുക്കുന്നത്. ഒരാൾ ഫീസ് അടച്ചുകൊണ്ട് വരുമ്പം അവര് ഒരു SBIയുടെ പൈസയാണ് അടച്ചുകൊണ്ട് വരുന്നെങ്കിൽ നമ്മൾ അറിയാതെ മറ്റേ SBIയിലേക്ക് എൻ്റർ ചെയ്തു പോകും. അങ്ങനെ അബദ്ധം പറ്റും. അതുകൊണ്ട് ഇവിടെ ചെയ്തിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഈ നെയിം എന്ന് പറഞ്ഞ ഫീൽഡിന്റെ അകത്ത് യെസ് നോ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ളത് ഞാൻ ഇൻഡെക്സ് ചെയ്ത് വെച്ചിരിക്കുക. അതായത് അങ്ങനെ നമുക്ക് മാനുവലി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉള്ളടക്കം ഇതേ ഉള്ളൂ. ഒരു ടേബിളിൽ തന്നെ വേണമെങ്കിൽ നമുക്ക്
ഒരു പ്രൈമറി കീയും പ്രൈമറി കീയുടെ സ്വഭാവമുള്ള വേറെ എത്ര ഫീൽഡുകൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനൊക്കെ പ്രയോജനമുള്ളതാണ്. നമ്മൾ ഈ ആക്സസ് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രയോജനമുള്ളതാണ്. ഇവിടെ ഇവിടെ ഞാൻ IIRന്റെ ഫയലാണ് നോക്കി, രണ്ടും IIRന്റെ ഫയലാണ്. അവിടെ ഞാൻ നെയിമിനെ എടുത്ത് IIR കേസ് പിന്നെ പ്രൈമറി കീയാണ് ഇവിടെ താക്കോലിരിക്കും. പക്ഷെ ഞാൻ നെയിമിനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയില്ല, നോ ഡ്യൂപ്ലിക്കേഷൻ ആക്കിയില്ല. എന്താ കാരണം എന്നറിയോ? ഇപ്പൊ ഈ SBI വൈറ്റില എന്ന് പറഞ്ഞത് 2 എണ്ണം ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റലേഷന് രണ്ട് പേരൊക്കെ കൊടുത്തു, അതൊക്കെ കറക്റ്റായിട്ട് ഇനിഷ്യൽ ഇൻസ്പെക്ഷനിൽ ഇങ്ങനെ ഇരിക്കുക. അതേ SBIയിൽ തന്നെ ഭാവിയിൽ പിന്നെ ഒരു അപേക്ഷ വരും. ഇത് ഇനിഷ്യലിന്റെ ഫയലാണ്, പീരിയോഡിക്കലിന്റെ ഫയലല്ല. പീരിയോഡിക്കലിന്റെ ഫയലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഭാവിയിൽ പിന്നെ ഡ്യൂപ്ലിക്കേഷൻ വരില്ല. പക്ഷെ ഇനിഷ്യൽ ഫയലാകുമ്പോൾ അതേ ഇൻസ്റ്റലേഷനിലെ പിന്നീട് വരുന്നത് കൊണ്ട് നമുക്ക് നെയിമിനെ ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് എന്ന് എഴുതിയില്ല. അതിന് പകരം ഫയൽ നമ്പർ എടുത്തു. അതായത് ഇവിടെ IIR കേസ് നമ്പറും പ്രൈമറി കീ ആയിട്ട് കൊടുത്തു. അതുകൂടാതെ ഫയൽ നമ്പറിനെ ഞാൻ നോ ഡ്യൂപ്ലിക്കേറ്റ്സും കൊടുത്തു. അപ്പൊ അവിടെ ഇത് രണ്ടുമാണ് ഞാൻ ഈ ഫയലിന്റെ അകത്ത്, IIR ഫയലിന്റെ അകത്ത് പിന്നെ പ്രൈമറി കീയുടെ ക്യാരക്ടർ ഉള്ളതായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി റിലേഷൻഷിപ്സ് ആണ്. റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. ഞാനതൊരു എക്സാമ്പിൾ സഹിതം കാണിച്ചുതരാം. നമ്മുടെ ടൈം 4 മിനിറ്റും കൂടെ ഉണ്ട്. ഇവിടെ ഞാൻ അതായത് ഒരു ആക്സസ് ഫയലില് ഒരു ആക്സസിന്റെ അകത്ത് റിലേഷൻ എന്ന് പറഞ്ഞാൽ ടേബിൾ, ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഇത്രയും ടേബിളുകളുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോ. ഇതിനകത്ത് ഇത്രയും ടേബിളുണ്ട്, AEA, ഡെപ്യൂട്ടി A, ഇങ്ങനെ കുറച്ച് ടേബിളുകളുണ്ട്. ഈ ടേബിൾ നമ്മളെല്ലാം ചെയ്തു വരുമ്പോൾ റിലേഷൻഷിപ്പ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓർത്തിരിക്കണേ, അത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ആ സംഗതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളതാണ് നോക്കുന്നത്. നോക്കി ശ്രദ്ധിച്ചു കേൾക്കുക, അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഇത്രയും ടേബിളുകളിനെ നമ്മൾ തമ്മിൽ ബന്ധപ്പെടുത്താൻ പറ്റും. അതിനകത്ത് ഇവിടെ ടൂൾസിൽ പോയിട്ട് റിലേഷൻഷിപ്പ് ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് കാണിക്കുകയാണ്, നോക്കുക. റിലേഷൻഷിപ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതെല്ലാം ടേബിളുകളാണ്. ഞാൻ അപ്പുറത്ത് കാണിച്ച ടേബിളുകളാണ് ഇതെല്ലാം. എല്ലാം തമ്മിൽ ഒരു ബന്ധപ്പെട്ട ഒരു ലൈൻ പോകുന്നുണ്ടോ. അതായത് ഒരു ടേബിളിനെ വേറൊരു ടേബിളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുക. മനസ്സിലായി? ഇവിടെ ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഏത് അക്ഷരം വെച്ചാൽ ഇവിടെ ലോഗിൻ ID എന്ന് പറഞ്ഞതും ഈ ടേബിളിന്റെ അകത്ത് മൈ IDയും തമ്മിൽ ഒരു ബന്ധം കൊടുത്തിരിക്കുക. അതുപോലെ ഈ ടേബിളും ഈ DI എന്ന് പറഞ്ഞ ടേബിളിലെ ഇവിടെ ലോഗിൻ ID, ഇവിടെ മൈ ID എന്ന് പറഞ്ഞത് തമ്മിൽ ബന്ധപ്പെടുത്തി. അതുപോലെ ഈ ടേബിളും അവിടെ രണ്ടിടത്തും മൈ ID എന്ന് പറഞ്ഞതുകൊണ്ട് നോക്കി, ഇവിടെ മൈ ID ഉണ്ട്, അത് തമ്മിൽ ബന്ധപ്പെടുത്തി. ഇതിനൊക്കെ ഓരോ ഉദ്ദേശമുണ്ട്, പ്രാക്ടിക്കലി അതിനൊരു മീനിങ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് തമ്മിൽ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനമുണ്ട്. ആ പ്രയോജനമാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ സ്ലൈഡ് നോക്കിക്കേ, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നമ്മളൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 മിനിറ്റേ ഉള്ള, കട്ടായി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു കയറിയാൽ മതി. ഇവിടെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഈ റിലേഷൻഷിപ്പ് ഞാൻ ഇപ്പൊ കാണിച്ച സാധനം ഇടത്തെ സൈഡിൽ വരച്ചൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തമ്മിൽ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം? ഇവിടെ ഇപ്പൊ നമ്മുടെ ഓഫീസിൽ ഇപ്പൊ ധനുസ് എന്ന് പറഞ്ഞ AE നമുക്ക് പുള്ളിക്ക് ഒരു പാസ്വേഡ് കൊടുത്തു, എൻട്രി ചെയ്തു. മനസ്സിലായല്ലോ? ധനുസ് എന്ന് പറഞ്ഞ ആളിനെ നമ്മൾ എൻട്രി ചെയ്ത് പുള്ളി എൻട്രി ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്വേഡ് ഒക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ മൈ ID എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഇവിടെ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ഓട്ടോ നമ്പർ എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ധനുസിന്റെ നമ്പർ എൻട്രി ചെയ്യുമ്പോൾ അവിടെ 48 എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉണ്ടാവും. ആ ഫീൽഡിന്റെ പേരെന്താണ്? മൈ ID എന്ന്. അപ്പോ ഇതൊരു ടേബിളാണ്, ഈ കാണിച്ചിരിക്കുന്ന ഒരു ടേബിളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ ടേബിളിന്റെ പേര് TBL_user access table എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 48 എന്ന് പറഞ്ഞ ഈ സംഗതി പുള്ളിക്ക് വേണ്ടി അനുവദിച്ച നമ്പറാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ നമ്പർ പുള്ളിക്ക് വന്നു. ആ 48 എന്ന് പറഞ്ഞ നമ്പർ വേറെ പല സ്ഥലങ്ങളുമായിട്ട് ഓട്ടോമാറ്റിക്കലി ബന്ധം വരും. എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ കാണിച്ച ഈ റിലേഷൻഷിപ്പിലൂടെ. അതായത് പുള്ളിക്ക് ഇപ്പൊ TABിൽ എടുക്കണമെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വേറെ ഒരു ടേബിളിൽ എൻ്റർ ചെയ്യുന്നിരിക്കട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചില ടേബിളിൽ ചെല്ലുമ്പോൾ അപ്പൊ DCB എടുക്കുമ്പോൾ എഡിറ്റ് ബട്ടൺ വർക്ക് ചെയ്യത്തില്ല, മറ്റേ 2 ബട്ടൺ ഉള്ളതിൽ ഒരെണ്ണം വർക്ക് ചെയ്യും. അതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഇതുവഴിയാണ്. അതായത് അവർക്ക് ഇനി 1 മിനിറ്റേ ഉള്ളേ, അവർക്ക് ഇദ്ദേഹത്തിന് നമ്മൾ ഒരു പദവി കൊടുക്കുക. ഈ ധനുസിന് നമ്മളൊരു പദവി കൊടുക്കും. ആ പദവി ഈ ലോഗിൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ
അദ്ദേഹത്തിന് നമ്മൾ എൻഡ് യൂസർ ആണോ, പവർ യൂസർ ആണോ, അഡ്മിനിസ്ട്രേറ്റർ ആണോ, ലാബ് ആളാണോ എന്ന് തീരുമാനിച്ചൊരു ഡെസ്റ്റിനേഷൻ കൊടുക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ എൻഡ് യൂസറിന് കൊടുക്കും. ഇത് കണ്ടില്ലേ 48, അത് ഈ 48 ഇവിടുന്ന് വന്നതാണ്. ആ 48 കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഡെസ്റ്റിനേഷൻ 1 കൊടുക്കും. ആ 1 കൊടുക്കുന്ന ഈ സമയത്ത് ഇത് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അയാളെ എൻഡ് യൂസറായിട്ട് നമ്മൾ മാറ്റുമ്പോൾ ഒരു നമ്പർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും, 83. അത് വേറൊരു ഫീൽഡാണ്, അസൈൻ ID എന്ന് പറഞ്ഞൊരു നമ്പറാണ്. അപ്പൊ ഈ 83 ഇനി ഇമ്പോർട്ടൻസ് വരാൻ പോവാം. ഈ 83 പലയിടത്തും അത് ആവശ്യം വരും. അപ്പൊ ഇത് തമ്മിൽ ബന്ധപ്പെടുത്തി ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് വേറൊരു ടേബിൾ കിടപ്പുണ്ട്. ഇതിപ്പോൾ ക്ലോസ് ആവുന്നുണ്ട്, ഞാൻ അത് വെച്ച് വിശദമായിട്ട് പറയുന്നില്ല. വേറൊരു ടേബിളിൻ്റെ അകത്ത് അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച് അത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു സാമ്പിൾ നോക്കാം. ഇത് ഒരു വെറുതെ ഞാൻ കുറച്ച് ടേബിളുകൾ എടുത്തിട്ട് ഒരു ആക്സസ് ഫയലാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഓരോ ടേബിളുകൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് വെറുതെ 2 പേരടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതിനകത്തൊരു പേരുണ്ട്, എന്ന് പറഞ്ഞതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ടേബിളിൻ്റെ അകത്ത് ഒരു പേരുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേരുകൾ കാണാം, എമാർ ഒരുപാട് പേര് കാണും. ജസ്റ്റ് ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. അടുത്ത ഡെപ്യൂട്ടി അതിൻ്റെ അകത്ത് ഒരു ഡെപ്യൂട്ടിയുടെ പേരുണ്ട്. അടുത്ത അതർ ഓഫീസേഴ്സ് അതിനകത്തൊരു പേരുണ്ട്. ഇതങ്ങനെ. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ടേബിൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കോഡ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കോഡ് കിടക്കുന്നുണ്ട്, ലോഗിൻ കോഡ്. നമ്മൾ ആദ്യം ഇതിൻ്റെ പാസ്വേഡൊക്കെ കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന ഒരു നമ്പറാണ് ലോഗിൻ കോഡ് എന്ന് പറഞ്ഞാൽ. ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന ഒരു നമ്പറാണ്. ആ നമ്പറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിന് ഡിസൈൻ വ്യൂവിൽ വന്നാൽ ലോഗിൻ കോഡ് എന്താണ്, നമ്പർ ഇതല്ലേ. അപ്പോൾ അതൊരു നമ്പറാണ്, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു നമ്പറാണ്. ഓക്കെ, ആ നമ്പർ ഇവിടെ നിന്നല്ല വരുന്നത്, വേറെ സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞതിൻ്റെ അകത്തൊരു ലോഗിൻ കോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ നമ്പറിന് എന്ത് പ്രയോജനമാണോ ഉള്ളത് അതാണ് പറയുന്നത്. അതുപോലെ അതർ ഓഫീസ് ഇതിൻ്റെ അകത്തെല്ലാം ഓരോ കോഡ് കിടക്കും. അവസാനം ഒരു കോഡ് കിടക്കും, അവസാനം ഒരു കോഡുണ്ട്. ഇതിൻ്റെ അകത്ത് 2 എന്ന് പറഞ്ഞ നമ്പർ. ഓക്കെ, അപ്പോൾ തൽക്കാലം അത്രയും മനസ്സിലാക്കുക. അതിൻ്റെ അകത്തൊരു കോഡ് കിടക്കണം. ആ കോഡിന് നമ്മൾ റിലേഷൻഷിപ്പ് കൊടുക്കുമ്പോൾ ഒരു പ്രയോജനം ഉണ്ടാകും, അതാ പറയുന്നത്. അടുത്ത ഇവിടെ ഒരു ഈ ടേബിൾ ഞാൻ ഓപ്പൺ ചെയ്യാം, ടേബിൾ യൂസർ ആക്സസ്. ഇതിൻ്റെ അകത്ത് ഈ ടേബിളിൻ്റെ അകത്ത് ഇവിടെ ഒരു 48 എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. അത് മൈ ID എന്നാണ്. മറ്റേ 108 എന്ന് പറഞ്ഞ നമ്പറുണ്ട്. നമ്മളിപ്പോൾ അനിസിൻ്റെ കേസ് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ അത് ഈ 48 എന്ന് പറഞ്ഞ നമ്പറിനൊരു ആവശ്യമുണ്ട്, പറയാം. ഇനി അടുത്തത് അസൈൻ യൂസേഴ്സ് ടു ഗ്രൂപ്പ്. ഇവിടെ കണ്ടില്ലേ, ഇതും കുറച്ച് നമ്പറുകൾ വെച്ചുള്ള ഒരു സംഭവം. ആക്സസ് ടൈപ്പ് ID 1. ഞാൻ വേണമെങ്കിൽ അതെല്ലാം കൂടെ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം, അന്നേരം സംഭവം ഒന്നുകൂടെ ക്ലിയർ ആണ്. അതിലെ ഗ്രൂപ്പ്സ് ഓരോന്ന് ഓപ്പൺ ആകുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ രണ്ടും കൂടെ തമ്മിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ അവസാനം കൊണ്ട് ആക്സസ് ടൈപ്പ് ID 1 കിടക്കുന്നുണ്ട്. അത് ഇവിടെയാണ്. ഈ ആക്സസ് ടൈപ്പ് ID ഇവിടെ ആക്സസ് ടൈപ്പ് ID എൻഡ് യൂസർ. അതെന്ന് പറഞ്ഞാൽ ഈ മൈ ID 48 അത് ഞാൻ ആദ്യം കാണിച്ചു തന്നിരുന്നു. യൂസർ അതായത് ഒരാളിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യുമ്പം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നമ്പർ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. ആ നമ്പറാണ് ഇതിൻ്റെ അകത്ത് ആദ്യം 48 എന്ന് പറയുന്നത്. ആ 48 തന്നെയാണ് അയാളുടെ ഈ എൻഡ് യൂസറായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ നമ്പർ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും. അപ്പോൾ ഈ 48 തന്നെയാണ് മറ്റേതിൻ്റെ അകത്ത് 48. ഇവിടെ മൈ ID ആണ്, ഇവിടെ മൈ ID ആണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ ഒരു ആക്സസ് ടൈപ്പ് ID ഉണ്ട്, ഇവിടെ ഒരു ആക്സസ് ടൈപ്പ് ഉണ്ട്. 3 ടേബിൾ ഞാനിപ്പോൾ കാണിച്ചില്ല. 3 ടേബിൾ ഞാനിപ്പോൾ കാണിച്ചില്ല. ഓക്കെ, അടുത്ത ടേബിൾ. ഇതൊക്കെ തമ്മിൽ ഒരു ബന്ധം വരുന്നൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. പിന്നീട് ഒബ്ജക്റ്റ് കൺട്രോൾസ്. ഇതിൻ്റെ അകത്ത് assign users to a group, controls to disable. ഇവിടെ ഒരു നമ്പർ വന്നിട്ടില്ലേ, ആക്സസ് ടൈപ്പ് ID. ആക്സസ് ടൈപ്പ് ID എന്ന് പറഞ്ഞ സംഗതി വന്നു. ഇതും പറയാം.
ഈ ടേബിളുകൾ നമ്മൾ ഇതെല്ലാം കൂടെ പരിശോധിക്കുകയാണെങ്കിൽ ചില ഫീൽഡുകളുടെ വാല്യൂ കോമൺ ആണ്. ഇവിടെ ഒരു കൺട്രോൾ ഐ ഡി ഉണ്ട്, ഇവിടെ ഒരു കൺട്രോൾ ഐ ഡി ഉണ്ട്, ഇവിടെ ഒരു കൺട്രോൾ ഐ ഡി എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഒരേ ഫീൽഡായി തമ്മിൽ. അതുപോലെ ഇവിടെ ഒരു മൈ ഐ ഡി ഉണ്ട്, ഇവിടെ ഒരു മൈ ഐ ഡി ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ആക്സസ് ടൈപ്പ് ഐ ഡി ഉണ്ട്, ഇവിടെ ഒരു ആക്സസ് ടൈപ്പ് ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെടുത്തി ഒരു റിലേഷൻഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിടത്തൊരു എൻട്രി നടത്തിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഈ ആദ്യ എൻട്രി നടത്തുമ്പോൾ ഒരു കോഡുണ്ട്, ആ കോഡ് അടുത്തതിലേക്ക് തമ്മിൽ ബന്ധപ്പെടുത്തി പോകാം. അങ്ങനെ ബന്ധപ്പെടുത്തി പോയി നമുക്ക് ആവശ്യമുള്ള തരത്തിലേക്ക് അതിനെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അത് ഈ ടേബിളിൻ്റെ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞ ആ ഫെസിലിറ്റി ഉപയോഗിച്ച് ചെയ്യാം. റിലേഷൻഷിപ്സിൻ്റെ ഫെസിലിറ്റി ഈ ഡേറ്റാബേസിലുള്ള ആക്സസിലുള്ള ആ ഫെസിലിറ്റി ഉപയോഗിച്ച് നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിന് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ചെയ്തേക്കുന്ന ഈ റിലേഷൻഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഈ പറഞ്ഞ ലോഗിൻ ഐ ഡി. നമ്മൾ ലോഗിൻ ഐ ഡി ചെയ്യുമ്പോൾ എൻ്റർ ചെയ്ത അയാളുടെ പാസ്വേഡ് എല്ലാം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവർ എൻഡ് യൂസറോ പവർ യൂസറോ ആക്കി പോസ്റ്റ് ചെയ്യുമ്പോൾ ചില ഫോമുകൾ അവർക്ക് ഓപ്പൺ ആയി കിട്ടത്തില്ല, ചിലത് കിട്ടത്തില്ല. ചില ബട്ടൺസ്, ചില ഫോമുകളൊക്കെ അവർക്ക് ഇപ്പോൾ തപാൽ എല്ലാവർക്കും ഓപ്പൺ ആക്കാൻ പറ്റിയെന്ന് വരും. ഇപ്പോൾ ചിലർക്ക് അലൗഡായി, ചില തപാലിൽ ഇരിക്കുന്ന സ്റ്റാഫിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. അതുപോലെ DCB എഡിറ്റ് ബട്ടൺ കാണാം, വേറൊരു ബട്ടൺ. അപ്പോൾ അതിലെ എഡിറ്റ് ബട്ടൺ എല്ലാവർക്കും അലൗഡ് അല്ല, അത് DCB കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നത് റിലേഷൻഷിപ്പ് ഉപയോഗിച്ച്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ ചില ടേബിളുകളെ നമ്മൾ തമ്മിൽ ബന്ധപ്പെടുത്തണം. അപ്പോൾ ഇപ്പോൾ 2-3 തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പം ഈ ഒരു ടേബിളും തമ്മിൽ നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ ഒരു ടേബിൾ ഇത് തമ്മിൽ നോക്കുമ്പോഴും അത് 1 to 1, ഒരു ടേബിളും മറ്റൊരു ടേബിളും തമ്മിൽ ബന്ധപ്പെടുത്തി. അതുപോലെ ഈ ടേബിളും ഇപ്പുറത്തുള്ള ടേബിളും തമ്മിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ടേബിളും ഇങ്ങോട്ടുള്ള വരുമ്പോൾ 1 to many ആണ്. ഈ ഒരെണ്ണം തന്നെ പലതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതുപോലെ നമുക്ക് മെനി ടു മെനി എന്ന് പറഞ്ഞതും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ട്, മെനി ടു മെനി. അങ്ങനെ 2-3 തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് പിന്നെ ചില പർപ്പസ്, ചില തമ്മിൽ ബന്ധപ്പെടുത്തി ചില കൺട്രോൾസ് ഒക്കെ നമുക്ക് ആക്സസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സംഗതി ഉപയോഗിക്കാൻ പറ്റും. അതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നത്. ഈ ടേബിളിൽ തമ്മിൽ ലിങ്ക് ചെയ്യണമെങ്കിൽ ഇതങ്ങ് കളഞ്ഞിരിക്കും, ഇത് വേണമെന്നില്ല. ഈ രണ്ട് ടേബിളിനെ നിങ്ങൾ എടുത്തിടുന്നു. 2 ടേബിളിനെ എടുത്തിട്ടിട്ട് ഒരേ പ്രോപ്പർട്ടി ഉള്ള ഈ കൺട്രോൾ ഐ ഡിയും ഒരേ പ്രോപ്പർട്ടി ഉള്ള ഈ ടേബിളിനെ നിങ്ങൾ ഇങ്ങനെ വലിച്ച് ഡ്രാഗ് ചെയ്യണം, ഇങ്ങനെ. അപ്പോൾ ഒരു ബട്ടൺ വരും. ഇങ്ങനെ ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വേറെണ്ണം കൂടെ കാണിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഈ റിലേഷൻഷിപ്പ് കളയുന്നത്, ഇത് കളഞ്ഞു. അപ്പോൾ അതിങ്ങനെ അമർത്തി ആക്സസ് ടൈപ്പ് ഐ ഡി തമ്മിൽ ചേർത്ത് കൊണ്ട് നിർത്തിയാൽ മതി. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഈ സംഗതി ആക്സസിൽ ഒരു ഫെസിലിറ്റിയാണ്. പക്ഷെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഞാൻ ആ റിലേഷൻഷിപ്പ് ഇപ്പം ഞാൻ കാണിച്ച റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റിലേഷൻഷിപ്പും എല്ലാം തമ്മിൽ റിലേറ്റ് ചെയ്യിച്ചിട്ടില്ല. ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം മറ്റേത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തമ്മിലൊക്കെ ഇത് നമ്മുടെ സാധാരണ ടേബിളുകളാണ്, ടെക്നിക്കൽ കാര്യം. ഇത് തമ്മിൽ ബന്ധപ്പെടുത്തുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡുമായിട്ടൊക്കെ അത് മാറ്റിയെടുക്കുമ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡുമായിട്ടൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ചെയ്യുമ്പം ഈ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഓരോ പ്രാവശ്യവും അത് ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ പറയും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് ബാക്കിയുള്ളതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ ഉപയോഗിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പ് മൊത്തം ഫ്രണ്ട് എൻഡിൽ മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് മാത്രമേ നമ്മൾ പ്രയോജനപ്പെടുന്നുള്ളൂ ടേബിളിൻ്റെ അകത്തുള്ളൂ. പക്ഷെ ഈ റിലേഷൻഷിപ്പ് എല്ലാം നമുക്ക് കൊറിയിൽ ചെയ്യാം. കൊറിയിൽ ഈ പറയുന്ന റിലേഷൻഷിപ്പ് എല്ലാം നമുക്ക് കൊറിയിൽ ചെയ്യാം. അപ്പോൾ കൊറിയിലോട്ട് കയറുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. ഇത് നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ ടോപ്പിക്കായിട്ട് വരുന്നത് കൊറീസ് ആണ്.
കൊറീസ് പറയുമ്പോൾ നമുക്ക് ടേബിള് കുറച്ചുകൂടെ ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കൊറിയുടെ പറഞ്ഞ സെക്ഷനിലേക്ക് കയറാം. അപ്പൊ ഇവിടെ ടേബിൾ എന്താണെന്ന് നമ്മൾ ഏകദേശം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. വാട്ട് ഈസ് ടേബിൾ എന്നുള്ളത് നമ്മൾ സംസാരിച്ചു. ഇനി കൊറി എന്ന് പറഞ്ഞാൽ ടേബിളുകൾ എടുത്തിട്ട് നമ്മൾ തമ്മിൽ ലിങ്ക് ചെയ്ത് പിന്നെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ടേബിൾ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്ന പിന്നെ റിസൾട്ടിനെയാണ് നമ്മൾ കൊറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അതായത് ടേബിളിൽ നിന്നാണ് നമ്മൾ കൊറീസ് ഉണ്ടാക്കുന്നത്. കൊറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള കൊറികളുണ്ട്. സെലക്ട് കൊറി, ക്രോസ് ടാബ് കൊറി, അപ്പൻഡ് കൊറി, അപ്ഡേറ്റ് കൊറി, ഡിലീറ്റ് കൊറി, മേക്ക് ടേബിൾ കൊറി. ഇങ്ങനെ 5-6 ടൈപ്പ് ഓഫ് കൊറീസ് ഉണ്ട്. അത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഉള്ള ഒരു പോർഷനാണ് ഈ വലത് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിൻ്റെ ഇടത്ത് സൈഡിലുള്ള ഇത് ആക്സസ് ചെയ്യുന്നുള്ളതാണ്. ഇത് ഓരോന്നിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഐക്കൺ കണ്ടില്ലേ, ആ ഐക്കൺ തുല്യമായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ആ ഓരോ ഫയലിൻ്റെയും കൂടെ ഓരോ കൊറിയുടെയും കൂടെ സിമ്പിൾ കിടക്കും. അതിൻ്റെ ഒരു ഐക്കൺ, ആ ഐക്കൺ നോക്കിയാൽ ഇത് ഏത് ടൈപ്പ് കൊറിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സെലക്ട് കൊറി ഒരു ഉദാഹരണം, അതായത് ഇപ്പോൾ സെലക്ട് കൊറിയാണ്. അടുത്തത് ക്രോസ് ടാബ് കൊറി നമ്മളെ സോഫ്റ്റ്വെയറിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അടുത്ത മേക്ക് ടേബിൾ കൊറി, ഇപ്പോൾ ഇത് മേക്ക് ടേബിൾ കൊറിയാണ്. അതായത് ഇത് റൺ ചെയ്യുമ്പോൾ ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അടുത്തത് പിന്നെ അപ്ഡേറ്റ് കൊറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പിന്നെ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്ഡേറ്റ് കൊറി. അപ്പൻഡ് കൊറി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ടേബിളുമായിട്ട് ഇത് അപ്പൻഡ് ആകുക, ചേർന്ന് വരുന്നതിനാണ് അപ്പൻഡ് കൊറി എന്ന് പറയുന്നത്. അടുത്ത ഡിലീറ്റ് കൊറി എന്ന് പറഞ്ഞാൽ ആ കൊറി റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേബിൾ ഡിലീറ്റഡ് ആണ്, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അതിന് ഏത് കൊറിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ തീരുമാനിക്കും. ദ ഗോൾ ഓഫ് ദ കൊറി ഡിറ്റർമിൻസ് ദ ടൈപ്പ് ഓഫ് ദ കൊറി ടു യൂസ്. ഏത് ടൈപ്പ്, ഏത് പർപ്പസ് ആണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇതിൽ ഏത് കൊറിയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. എ സെലക്ട് കൊറി ഹെൽപ്സ് ദ യൂസർ സിംപ്ലി പുൾ ഇൻഫർമേഷൻ ഫ്രം ടേബിൾ ബേസ്ഡ് അപ്പോൺ ദ യൂസർ ഡിഫൈൻഡ് നീഡ്സ്. അത് സെലക്ട് കൊറി എന്ന് പറഞ്ഞാൽ വെറുതെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കൊറിയാണ്. അതായത് കുറച്ചൊക്കെ റിലേഷൻഷിപ്പ് തമ്മിൽ കണക്ട് ചെയ്തിട്ടൊക്കെ വെറുതെ സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരു കൊറിയാണ്. പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കൊറിയാണ് സെലക്ട് കൊറി. ക്രോസ് ടാബ് കൊറി എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൻ്റെ കൊറി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്ഡേറ്റ് കൊറി ക്യാൻ മോഡിഫൈ ടേബിൾ റെക്കോർഡ്സ് അക്കോർഡിംഗ് ടു യൂസേഴ്സ് നീഡ്സ്. ഡിലീറ്റ് കൊറി റിമൂവ് റെക്കോർഡ്സ് ഫ്രം ദ ടേബിൾസ്. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എഴുതിയിട്ട് അതിൻ്റെ അകത്ത് ഇന്ന ടേബിളുകൾ കണ്ടന്റുകൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. മേക്ക് ടേബിൾ കൊറി മീൻസ് ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഈ കൊറീസിൽ തന്നെ പലപ്പോഴും നമുക്ക് ഫോർമുലകൾ ആവശ്യം വരും. ഡീറ്റെയിൽ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അത് ഞാൻ പ്ലാൻ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ ആലോചിക്കാറ്. അപ്പോൾ അതിനകത്ത് ഫോർമുലകൾ വരും. ഈ ഫോർമുലകൾ മിക്കവാറും നമ്മുടെ മാത്തമാറ്റിക്കൽ ഫോർമുലകളാണ്. എക്സൽ അറിയാവുന്നവർക്ക് അത് കുറച്ച് എളുപ്പമാണ്. എക്സലിൽ ഉള്ള ഈ കുറച്ച് ഫോർമുലകൾ അതെല്ലാം ചെറിയ ഒരു സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ ഇതിനകത്ത് വരുമ്പോൾ. അങ്ങനെ കുറച്ച് ഫോർമുലകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാം. ഇനി നമ്മൾ കൊറി ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഫയലിലേക്ക് കയറാൻ പോകും. ഇത് ഞാൻ നമ്മുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി എടുത്തിട്ട ഒരു കൊറിയാണ്. ഈ കൊറിക്കകത്ത് ഒരു ഫയലാണ്. ഇതിനകത്ത് ടേബിളുകളുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ ഒരുവിധം പ്രൈമറി കീയും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ഫയൽ 21 MB എന്ന് പറഞ്ഞ ഈ ഫയൽ എന്ന് പറയുമ്പോൾ നോണസ്റ്റിയുടെ പീരിയോഡിക്കൽ ഫയലാണ്. അതിൻ്റെ ഡിസൈൻ വ്യൂവിൽ പോകുമ്പോൾ നമുക്കിവിടെ കേസിൻ്റെ അടുത്ത് ഒരു കീ റിപ്പോർട്ട്. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ പ്രൈമറി കീ. പിന്നെ ഈ പ്രൈമറി കീ എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് അല്ല, നോ ഡ്യൂപ്ലിക്കേറ്റ്സ്. അടുത്തത് നെയിം, അവിടെ നോ ഡ്യൂപ്ലിക്കേറ്റ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അതിൻ്റെ മെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ ഇതിൽ ചില കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് നമ്മൾ തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ചിലതിനകത്ത് ഈ ലുക്കപ്പ് എന്ന് പറഞ്ഞ സംഗതി വെച്ചിട്ട് ഇപ്പോൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് വേറൊരു ടേബിളിൽ നിന്നാണ് ഈ ഇതിൻ്റെ കണ്ടന്റ് വരുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ,
ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഇതുപോലെയാണ് ഓരോ ടേബിളിലും ഓരോ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ എഇമാരുടെ പേര്, ഓക്കെ, എഇമാരുടെ പേര്, പിന്നെ ഡെപ്യൂട്ടി എന്ന് പറഞ്ഞ വേറെ ടേബിള്, ഡെപ്യൂട്ടിമാരുടെ പേരുകൾ, പിന്നെ അതർ ഓഫീസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ളത്. ചില ഓഫീസിലെ 2 ഓഫീസേഴ്സ് കാണുമല്ലോ, ഡെപ്യൂട്ടി ചീഫ് ഇ കാണുമല്ലോ, അതുകൊണ്ടാണ് ഈ ടേബിളിൻ്റെ ഒരു ആവശ്യം. പിന്നെ ഞാൻ DCBയുടെ ഡിമാൻഡ് ഫയലും കളക്ഷൻ ടേബിൾ എടുത്തിട്ടെന്നേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഒരു കൊറി ഉണ്ടാക്കുന്നതിനെ പറ്റി, ഒരു കൊറി നമുക്ക് ഉണ്ടാക്കാം. ഒരു കൊറി ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. കൊറി ഓരോന്നോരോന്ന് എടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവും. ഡിസൈൻ വ്യൂ എടുത്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു, 21 MB ആഡ് ചെയ്തു. ഇത് ഒരു ടേബിൾ ഞാൻ എടുത്തിട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ടേബിളിൽ ഞാൻ ഒരു ഇതിൻ്റെ കേസ് നമ്പർ എടുത്തു, അടുത്ത നെയിം എടുത്തു, ഇവിടെ ഇലക്ട്രിക്കൽ സെക്ഷൻ എടുത്തു, പിന്നെ എഇ ഡെപ്യൂട്ടി ആരാണ് ഇൻസ്പെക്ഷൻ നടന്നത്, ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ഞാനിപ്പോൾ ഒരു കൊറി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പറയാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ പിന്നെ എനിക്ക് വേണ്ടിയത് ഇവിടെ എഇയുടെ പേരും കൂടെ വേണം. മനസ്സിലായോ? എനിക്ക് ഈ കൊറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഇയുടെ പേരും കൂടെ വേണം. അത് എ എന്ന് പറഞ്ഞ എഇ ആണ്, ഡി എന്ന് പറഞ്ഞ ഡെപ്യൂട്ടിയാണ്. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫീൽഡ് കൂടെ എടുത്തിട്ട് ആളിൻ്റെ പേരും കൂടെ വേണം. അതാണ് എൻ്റെ പർപ്പസ്. പക്ഷേ ഇതിൽ ഈ ഫയലിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ പേര് കാണത്തില്ല. ഇപ്പം 21 MB എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ അകത്ത് പുള്ളിയുടെ പേര് ഇവിടെയെങ്കിലും കാണത്തില്ല, എയുടെ പേര് ഇവിടെയെങ്കിലും കാണും. മനസ്സിലല്ലേ? ആരാ ഇൻസ്പെക്ഷൻ നടത്തുന്ന ആകെയുള്ള ഒരു കോഡെന്ന് പറഞ്ഞാൽ എം എന്നുള്ള ലെറ്റർ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ അത് എവിടെ നിന്ന് എടുക്കും? ആ പേരുള്ള ഒരു ടേബിളാണ് എഇ എന്ന്. ഇതിൻ്റെ അകത്ത് ആളിൻ്റെ പേരുണ്ട്, കണ്ടില്ലേ? എഇമാരുടെ പേരുണ്ട്. അല്ലെങ്കിൽ ഡെപ്യൂട്ടി എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആളിൻ്റെ പേരുണ്ട്, കണ്ടില്ലേ? ഇതിനകത്ത് പേരുണ്ട്. പിന്നെ അതർ ഓഫീസേഴ്സിനകത്ത് പേരുണ്ട്. അപ്പൊ ഈ ടേബിളുകളെ തമ്മിൽ ബന്ധപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നത് കിട്ടുള്ളൂ. എനിക്ക് ആ നടത്തിയ ഓഫീസറിന്റെ പേരവിടെ എനിക്ക് കിട്ടണം. അപ്പോൾ എനിക്ക് 2-3 ടേബിളുകളിലൂടെ കൊണ്ടുവരേണ്ടി വരും. ആദ്യം ഞാൻ ഷോ ടേബിൾ കൊടുത്തിട്ട് സെക്ഷൻ എടുക്കുക, സെക്ഷൻ എടുത്തു. ഓക്കെ, അടുത്ത ഒരു എഇയുടെ ടേബിൾ, എഇയും കൂടെ ഇത് രണ്ടും കൊടുത്തു. ഇതിനിടയ്ക്ക് ഇപ്പം ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോകുന്നു, ഒരു റിലേഷനാണ്. അതായത് 2 ടേബിളുകൾ തമ്മിൽ റിലേഷൻഷിപ്പ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെയും ഒരേ ഫീൽഡ് നെയിം തന്നെ, അതുകൊണ്ട് ആക്സസിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരിക. ഈ റിലേഷൻഷിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരികയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടിയ പർപ്പസ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ. എനിക്ക് വേണ്ടിയത് ഈ ആളിൻ്റെ പേരും കൂടെ ഇവിടെ വരും, അതാണ് എൻ്റെ പർപ്പസ്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടേബിളും എല്ലാം തമ്മിൽ ബന്ധപ്പെടും. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്, ഇതൊക്കെ തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും എന്നൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ തന്നെ കാണും. ഇപ്പൊ 21 MBയിൽ ഇതും സെക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റിയ ഒരു ഫീൽഡ്, ഇവിടെ ഒരു ഇലക്ട്രിക്കൽ സെക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രിക്കൽ സെക്ഷൻ ഉണ്ട്. ഈ സെക്ഷൻ ഇത് രണ്ടും സെയിമാണ്. അപ്പൊ ഈ സെക്ഷനെ അമർത്തി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ സെക്ഷനെ മുകളിൽ വെച്ചിട്ട് അമർത്തി മറ്റേ സെക്ഷനിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ അമർത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഇപ്പൊ റിലേഷനായി, ഇത് തമ്മിൽ ബന്ധപ്പെട്ടു. മനസ്സിലായി? റിലേഷൻഷിപ്പ് കൊടുത്തതിന് തുല്യമാണ്. അപ്പൊ ഇവിടെ ഞാനിപ്പോൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ റിസൾട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്, എന്നാലും ഒന്നും കൂടെ കൊടുക്കുക. എനിക്കിവിടെ വേണ്ടിയത് ആളിന്റെ പേരും കൂടെ വേണം. എഇ ആരാന്ന് വെച്ചാൽ ആളിന്റെ പേരും കൂടെ വേണം. അപ്പൊ ഞാനിവിടെ ഇത് തമ്മിൽ ബന്ധപ്പെടുത്തിയത് കൊണ്ട് ഇവിടെ അയാളുടെ പേര് കിടക്കും, നെയിം കോഡ് എന്ന് പറഞ്ഞ ആളിന്റെ പേര്. അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ആളിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പേര് നെയിം പേര് കിട്ടിക്കഴിഞ്ഞു, പേര് വന്നു കഴിഞ്ഞു. എഇയുടെ പേര് ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എഇയുടെ പേര് വരും, ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഡി ആണെങ്കിലോ എഇയുടെ പേര് കിടക്കും, ഇത് ഡെപ്യൂട്ടി അല്ല. അപ്പൊ ആ തരത്തിലേക്ക് നമുക്ക് വരാം. എയുടെ പേര് എ ആണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എഇ എന്നാണ്. അപ്പോൾ എ വന്നതുകൊണ്ട് മാത്രമല്ല, ഇവിടെ നമ്മൾ എഇ മാത്രമേ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. മനസ്സിലായി? ഡെപ്യൂട്ടിയുടെ പേര് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ടേബിളും കൂടെ അവിടെ കൊണ്ടുവരണം. ഡെപ്യൂട്ടി എ ഇടണം, പിന്നെ ഇയുടെ പേര് വരണമെങ്കിൽ അടുത്ത് ഇതെല്ലാം കൊണ്ടുവരും. ഇതെല്ലാം ഇട്ടപ്പോൾ തന്നെ കണ്ടോ അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താ കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് തമ്മിൽ ബന്ധപ്പെട്ട ഫീൽഡുകളുണ്ട്, ഇവിടെ ഇ കോഡുണ്ട്, ഇവിടെ ഇ കോഡുണ്ട്. അതുകൊണ്ടാണ് അതെല്ലാവരും വന്നത്. ഡെപ്യൂട്ടി എ ഇവിടെ ഡെപ്യൂട്ടി എ കോഡുണ്ട്, ഇവിടെ ഡെപ്യൂട്ടി എ കോഡ്.
അപ്പോൾ ഇവിടെ AE എന്നുള്ള നെയിം കോഡ് മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അടുത്ത മറ്റേ പേരും കൂടെ എടുത്തിടാം. നെയിം ഡെപ്യൂട്ടി എ നെയിം കോഡ്. അടുത്ത അതർ ഓഫീസേഴ്സ് നെയിം കോഡ്. എല്ലാവരുടെയും പേര് വന്നു. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ശ്രദ്ധിച്ചു. ഇവിടെ നെയിം കോഡ് ഉണ്ട്, ഇവിടെ നെയിം കോഡ് ഉണ്ട്, ഇവിടെ നെയിം. ഒരേ ഫയലിൽ തന്നെ, ഒരേ കൊറിയിൽ തന്നെ ഒരേ ഫീൽഡിൽ 3 അടുത്ത് വരും. അപ്പോൾ ഇത് ആക്സസിൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ഈ ടേബിളിന്റെ പേരും കൂടെ ചേർന്നായിരിക്കും റിസൾട്ട് വരുന്നത്. ഞാൻ റിസൾട്ട് എടുത്ത് കാണിച്ചില്ല. ഇവിടെ പേര് വന്നേക്കുന്നത്, അതായത് AEയുടെ നെയിം കോഡ് വരുമ്പം AE ഡോട്ട് നെയിം കോഡ് ഫീൽഡിന്റെ പേര് അങ്ങനെ മാറും. അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നത് ഒരേ ഫീൽഡ് പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡെപ്യൂട്ടി DEI ഡോട്ട് നെയിം കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെ വരുന്നു. ക്ലിയർ ആയി? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ A വരികയാണെങ്കിൽ പുതിയൊരു ഫീൽഡ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇൻസ്പെക്ടിങ് ഓഫീസർ ആരാന്ന് വെച്ചാൽ അവർ വരും. അപ്പം അങ്ങനെ ഒരു ഫീൽഡ് നമുക്കിവിടെ വരണം. ഞാനൊരു ജസ്റ്റ് എഴുതുകയാണ്, ശ്രദ്ധിച്ച് നോക്കാം. അതായത് ഒരു ഫീൽഡ് എഴുതുന്ന ഇതിനൊക്കെ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഫീൽഡ് കൊടുക്കുന്നതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്, ഒരു ഗ്രാമർ ഉണ്ട്, ഒരു സിൻടാക്സ് ഉണ്ട്. ആ തരത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ JJ ഫുൾ കോളൻ ഉണ്ടാവും. ഇതാണ് ഒരു ഫീൽഡിന്റെ പേര് എഴുതുന്ന രീതി. ഇപ്പോൾ ഇൻവേർട്ടഡ് കോമ ഇങ്ങനെ കൊടുക്കുന്ന ഒരു രീതി. അതായത് ഈ JJ എന്ന് പറഞ്ഞ ഒരു ഫീൽഡിന്റെ പേരായിട്ട് വരും. ഇതിന് വെറുതെ വേണമെങ്കിൽ റിസൾട്ട് ഒന്ന് എടുത്തു നോക്കാം. ഇത് എന്തുവാ വരുന്നതെന്ന് നോക്കാം. ഇതുണ്ടോ JJPP എന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ എഴുതിയത് വെറുതെ എങ്ങനെ വന്നു എന്നേ ഉള്ളൂ. ഞാൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഈ JJ എന്നുള്ള പേര് മാറ്റിയിട്ട് ഇൻസ്പെക്ടിങ് ഓഫീസർ എന്നാക്കാം. ഇൻസ്പെക്ടിങ് ഓഫീസർ അങ്ങനെ. അപ്പോൾ ഇൻസ്പെക്ടിങ് ഓഫീസറുടെ ആ പേര് അങ്ങനെ മതി. ഇവിടെ കണ്ടോ ഫീൽഡിന്റെ പേര് ഇൻസ്പെക്ടിങ് ഓഫീസർ PP. അപ്പോൾ എനിക്കിവിടെ P എന്നല്ല വേണ്ടിയത്. ഇവിടെ A ആണെങ്കിൽ AEയുടെ പേര് വരണം, ഡെപ്യൂട്ടി ആണെങ്കിൽ ഡെപ്യൂട്ടിയുടെ പേര് വരണം, അതല്ലെങ്കിൽ അടുത്ത ആൾ ഇങ്ങനെ ആക്കി വരണം. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് ഈ കുറയ്ക്കകത്ത് കയറിയിട്ട് ഒരു ഫോർമുല എഴുതേണ്ടി വരും. നമ്മൾ എക്സൽ ചെയ്തവർക്കറിയാം, അതിൻ്റെ അകത്ത് ഈഫ് വെച്ചിട്ടൊരു ഫോർമുല ഉണ്ട്. ഈഫ് ഒരു കഴിഞ്ഞിട്ടൊരു കണ്ടീഷൻ കൊടുക്കും. ഇഫ് A = 5, P, Q എന്ന് പറഞ്ഞാൽ ആ A = 5 എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുലയാണ്, ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അടുത്തത് എന്ന തരത്തിൽ വരുന്ന ഒരു ഫോർമുല എക്സലിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ അത് ഉപയോഗിക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉപയോഗിക്കും, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞ മനസ്സിലായി, ഈഫ് ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ എഴുതും, ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതും. അത് ട്രൂ ആണെങ്കിൽ ആദ്യത്തിന്റെ വാല്യൂ വരും, അത് ഫോൾസ് ആണെങ്കിൽ അടുത്തതിന്റെ വരും. അത് കോമയിട്ട് ഈഫ് അത് നിങ്ങളെല്ലാം പഠിച്ചു കാണും. അപ്പൊ അതാണ് ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ. അതായത് ഇവിടെ ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഇതിന്റെ വാല്യൂ AEDI എന്നുള്ള വാല്യൂ ആണ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അതായത് ഈഫ് AEDI ഈസ് ഈക്വൽ ടു A, നമ്മൾ ഏത് പേര് വരണം, AEയുടെ പേര് വരണം. അതല്ല എന്ത് ചെയ്യണം, ഇത് D ആണെങ്കിൽ, ഇവിടെ D ആണെങ്കിൽ ആരുടെ പേര് വരണം, ഡെപ്യൂട്ടിയുടെ പേര് വരണം. അത് രണ്ടും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അടുത്ത പേര് വരണം. ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ അതിന് ഫോർമുല എഴുതും. ആ ഫോർമുല എഴുതുന്ന എങ്ങനെയാണ്, നോക്കുക. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് ഈഫിന്റെ ആക്സസിലുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ IIF ആണ്. ഈഫ് IIF എന്ന്, എന്നിട്ട് ബ്രാക്കറ്റ്. കണ്ടീഷൻ എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതണം, ഒരു ഫാക്ട് എഴുതണം, ഒരു സത്യമാണോ അല്ലയോ എന്നുള്ള തരത്തിലൊരു ഫോർമുല എഴുതണം. അതിന് ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഫീൽഡിന്റെ പേര്, ഒരു ഫീൽഡിന്റെ പേര് നമുക്ക് വരണം. ആ ഫീൽഡ് ഏതാ നമ്മൾ ഉപയോഗിക്കുന്നത്, ഫീൽഡിന്റെ പേര് എപ്പോഴും എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതണം. AEDE ഇങ്ങനൊരു ഫീൽഡാണ് നമുക്കുള്ളത്. മനസ്സിലായി? സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഈക്വൽ ടു A, മനസ്സിലായി? അത് A ആണെങ്കിൽ കോമ കണ്ടീഷൻ, അത് ട്രൂത്ത് ആണെങ്കിൽ P, അത് ഫാൾസ് ആണെങ്കിൽ കോമ ഇട്ടിട്ട്. ഇപ്പൊ നമ്മൾ എഴുതിയതിൻ്റെ അകത്ത് ചില എററുകളുണ്ട്, അത് ഡിസ്പ്ലേ വരും, നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ സംഭവം മനസ്സിലായല്ലോ. ഈഫ്
ഈഫ് എന്ന് പറയുന്നത് IF എന്ന്. പിന്നെ ബ്രാക്കറ്റ് ഇടുന്നു, എന്നിട്ട് ഒരു ഫോർമുല എഴുതി. അതായത് ഈ ഫീൽഡിന്റെ പേര് AEDA എന്ന് പറഞ്ഞ ഫീൽഡ് ഈക്വൽ ടു A ആണെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ P വരണം, അത് ഫാൾസ് ആണെങ്കിൽ Q വരണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഞാനിത് ഓക്കെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് കണ്ടോ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറ്റിയെന്നറിയും, ഇവിടെ നമ്മൾ കൊടുത്ത ഫോർമുല ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ A എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു ഫീൽഡായിട്ട് മാറും. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോകും. അതുകൊണ്ട് ഇവിടെ നമ്മൾ A എന്ന് എഴുതുമ്പോൾ അത് ഇൻവേർട്ടഡ് കോമയിൽ എഴുതും. അതായത് A വാല്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് ഇൻവേർട്ടഡ് കോമയിൽ എഴുതും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മാറി എല്ലാം അങ്ങനെ. ഇപ്പം അത് വർക്ക് ചെയ്യും, കുഴപ്പമില്ല. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ അത് എററൊന്നും കാണിക്കരുത്. നേരത്തെ അത് എറർ ഇതെല്ലാം മാറിപ്പോയില്ല. ഇനി നമ്മൾ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കാം. എന്തോ ഒരു തെറ്റതി കിടപ്പുണ്ട്, നോക്കാം എന്താണ്. സ്ക്വയർ ബ്രാക്കറ്റ് ബാക്കി കിടക്കും, അതാണ് എറർ. ഓക്കെ, ഇനി റൺ ചെയ്യിച്ചു നോക്കാം. ഡേറ്റ ഷീറ്റ് ഇവിടെ കണ്ടോ, ഇൻസ്പെക്ടിങ് ഓഫീസർ അത് A ആണെങ്കിൽ P എന്ന് വരും, A അല്ലെങ്കിൽ D. നമ്മൾ ഇതെങ്ങനെ മാറ്റണം? അത് A ആണെങ്കിൽ അവിടെ AEയുടെ പേര് വരണം, ഈ AEയുടെ പേര് അവിടെ വരണം. ആ തരത്തിലേക്ക് അതിന്റെ ഫോർമുലയെ മാറ്റണം. നോക്കാം. അതായത് ഈ Aക്ക് പകരം എന്ത് പേര് വരണം? ആ Aക്ക് പകരം എന്ത് പേര്? അതല്ല, Pയുടെ സ്ഥാനത്ത് എന്ത് വരണം? സൂക്ഷിച്ച് ചെയ്യണം. Pയുടെ ഞാൻ സൂം ചെയ്തിടാൻ പറ്റും. ഈ Pയുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടിയത് AEI എന്ന് പറഞ്ഞ ടേബിളിന്റെ അകത്തുള്ള ഒരു ഫീൽഡ് AEI ഡോട്ട് നെയിം കോഡ്. ഇതാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പേര് അവിടെ വരണം, അങ്ങനെ വരും. ഓക്കെ, ഇനി റിസൾട്ട് ഒന്ന് എടുക്കണം. ഇത് A ആണെങ്കിൽ എയുടെ പേര് വരും, D ആണെങ്കിൽ അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന Q ആണ്. അപ്പൊ അവിടെ എന്ത് വരണം? D ആണെങ്കിൽ ഡെപ്യൂട്ടിയുടെ പേര് അവിടെ വരണം. പക്ഷേ ഒരു ഇതും കൂടെ ഉണ്ട് അവിടെ, EAയുടെ പേര് ഉണ്ട്. അപ്പൊ EAയുടെ പേരും കൂടെ വരുമ്പം അത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആവും. അത് നമുക്ക് വേറെ ക്ലാസ്സിൽ അതിനെ പറ്റി പറയാം. ഇത് നോണസ്റ്റി ആണല്ലോ, നോണസ്റ്റി ആകുമ്പോൾ AE അല്ലെങ്കിൽ ഡെപ്യൂട്ടി അല്ലെങ്കിൽ ഇൻസ്പെക്ടർ നടക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ സിമ്പിൾ ആക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ A ആണെങ്കിൽ AEയുടെ പേരും, അല്ലെങ്കിൽ Q മാറ്റിയിട്ട് DEI നെയിം കോഡ്. ഇതിന്റെ മീനിങ് എന്ത് വരും? അത് AEDI എന്ന് പറഞ്ഞ ഫീൽഡിന്റെ വാല്യൂ A ആണെങ്കിൽ AEയുടെ പേര് വരും, ഇത് ശരിക്കും EAയുടെ പേരും കൂടെ വരികയാണെങ്കിൽ ഇതിനകത്ത് ഒരു ഈഫും കൂടെ വരും. അത് ഞാൻ ഇപ്പൊ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആകുന്നില്ല. ഇതൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. ഇതിന്റെ റിസൾട്ട് എങ്ങനെ നോക്കി. A ആണെങ്കിൽ അടുത്തത് D ആണെങ്കിൽ ഡെപ്യൂട്ടി കണ്ടില്ലേ? ഇവിടെ നോക്കി E എന്ന് പറഞ്ഞൊരു പേരൂടെ ഉണ്ട്. പക്ഷെ അവിടെ പിന്നെ നമ്മൾ ഈ പേരേ വരുള്ളൂ. കാരണം അവിടെ നമ്മൾ ഇക്ക് വേണ്ടി ഫോർമുല നമ്മൾ കൊടുത്തിട്ടില്ല, മനസ്സിലായില്ല. അതുകൊണ്ട് ആ ഒരു തെറ്റവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ അത് ഈഫിനെ പറ്റി കുറച്ചുകൂടെ പഠിച്ചിട്ട് നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത്, അതായത് ഒരു ഈഫിന്റെ അകത്ത് വേറൊരു ഈഫ് വേണം, മനസ്സിലായി. ഈ ഡെപ്യൂട്ടി EA എന്ന് പറഞ്ഞ നെയിം കോഡിന്റെ അകത്ത് ഇതേ ഫോർമുല തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വേറൊരു ഈഫ് ഫോർമുല ഉണ്ടാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അതായത് ടേബിളുകൾ തമ്മിൽ ലിങ്ക് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ നമുക്ക് കൊറി ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആയി? ഇതുപോലെ നമുക്ക് കൊറി ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ ഞാൻ കൊറിയർ ടൂളിൽ സേവ് ചെയ്യും. അപ്പൊ ഇത് നമ്മൾ ഇവിടെ ഒരു കൊറിയയുടെ ഒരു സെക്ഷൻ ഉണ്ട്. ഡിസൈൻ വ്യൂവിൽ വന്നിട്ട് കൊറി 3 അല്ലേ, കൊറി 2 എടുത്തിട്ട് ഡിസൈൻ വ്യൂവിൽ വന്നിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സെക്ഷൻ സെലക്ട് കൊറിയാണ്. അതായത് ഇപ്പം നമ്മൾ ചെയ്തത് സാധാരണ ഒരു കൊറിയ, പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ഇല്ല, സാധാരണ ഒരു കൊറി പോലെയാണ്. ആ സാധാരണ ഒരു കൊറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലൈഡിൻ്റെ നമ്മൾ കണ്ടെന്താണ് സെലക്ട് കൊറി എന്താണെന്ന്
സെലക്ട് ക്വറി എന്ന് പറഞ്ഞാൽ സെലക്ട് ക്വറി ഹെൽപ്സ് ദ യൂസർ സിംപ്ലി പുൾ ഇൻഫർമേഷൻ ഫ്രം ദ ടേബിൾ ബേസ്ഡ് അപ്പോൺ ദ യൂസർ ഡിഫൈൻഡ് നീഡ്സ്. നമ്മൾ കുറച്ച് കണ്ടീഷൻസ് കൊടുത്തു, അതനുസരിച്ച് ഒരു റിസൾട്ട് വന്നു, റിസൾട്ട് കണ്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് വെച്ചിട്ടൊരു ടേബിൾ ഉണ്ടാക്കാനോ ആ ടേബിളിൻ്റെ അകത്തോട്ട് അപ്പൻഡ് ചെയ്യാനോ ഒന്നും ഇതായിട്ടില്ല. അത് നമ്മൾ ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കാൻ പോവുക. അപ്പോൾ ഇത് സാധാരണ ഒരു ടേബിളാണ്. ആ ടേബിളിൻ്റെ അകത്ത് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെ അകത്ത് പിന്നെ ഈ സെലക്ട് വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി കാണുന്നത്. ഇനി ഇതിനകത്ത് ഞാനൊരു മേക്ക് ടേബിളും കൂടെ പറയാം. മേക്ക് ടേബിൾ. ഓക്കെ, ഞാൻ ഇതിനെ അങ്ങ് മേക്ക് ടേബിൾ എന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ക്വറി കിടക്കുന്ന സാധനത്തെ ഞാൻ മേക്ക് ടേബിളിലേക്ക് മാറ്റണം. മേക്ക് ടേബിളിലേക്ക് മാറ്റുമ്പം അതായത് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഞാൻ മേക്ക് ടേബിൾ ആക്കി കഴിഞ്ഞാൽ ഈ എക്സ്ക്ലമേഷൻ മാർക്കുള്ള സ്ഥലം റൺ ചെയ്താൽ, അതായത് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടൊരു ടേബിൾ ഉണ്ടാകും. അതായത് ഇപ്പം നമ്മൾ ഇതിലാണല്ലോ സെലക്ട് ക്വറിയിലാണല്ലോ കിടക്കുന്നത്. ഈ കിട്ടിയ സാധനം ഇതാണ് നമ്മുടെ റിസൾട്ട്. ഈ കിട്ടിയ സാധനം അല്ല, ഇതിലൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഫീൽഡൊന്നും ഈ പേരൊന്നും ഇനി നമുക്ക് ആവശ്യമില്ലല്ലോ, ഇത് മാത്രം പോലെ അതങ്ങ് കളയാൻ. അതെങ്ങനെയാണ് നോക്കിക്കോളൂ. അതായത് നമുക്ക് ഈ പേരൊന്നും നമ്മുടെ റിസൾട്ടിൻ്റെ അകത്ത് ഇനി ആവശ്യമില്ല. ഇത് മൂന്നെണ്ണം നമുക്ക് ആവശ്യമില്ല. അതിന് ഈ ടിക്കങ്ങ് കളഞ്ഞാൽ മതി. ഈ ടിക്കങ്ങ് കളഞ്ഞാൽ മതി. കണ്ടില്ലേ, ആ ടിക്കങ്ങ് കളഞ്ഞാൽ മതി വിളിച്ചോളൂ. ഓക്കെ, സേവ് ചെയ്തേക്കാം. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് ഈ സെർവിയിൽ വന്നു ഈ സെലക്ട് ക്വറിയാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ മേക്ക് ടേബിൾ ക്വറി ആക്കാൻ പോകാം. അതായത് അതിന്റെ റിസൾട്ട് എന്ത് വരും? ഈ ഡേറ്റ ഷീറ്റ് ഇത് ഒരു ടേബിളായിട്ട് പോകാം. അതെങ്ങനെയാണ്? അതായത് ഞാൻ ടേബിൾ ക്വറി എടുത്തു, മേക്ക് ടേബിൾ ക്വറി എടുത്തു, അതിനൊരു പേര് കൊടുത്തു. എന്താണ്? ഇൻസ്പെക്ടിങ് ഓഫീസർ എന്ന പോലെ ഇൻസ്പെക്ടിങ് ഓഫീസർ ഇങ്ങനെ ഒരു പേര് കൊടുത്തു. ഓക്കെ, അങ്ങനെ ഒരു ടേബിളിന്റെ പേര് കൊടുത്തു. അപ്പൊ ഇത് ഈ കറണ്ട് ഡേറ്റാബേസ് ടിക്ക് ചെയ്തിട്ടിരിക്കുക. നമ്മുടെ ഈ ടേബിളിൽ തന്നെയാണ് ഇത് വരുന്നത്, ഈ ഫയൽ വരുന്നത്, ക്രിയേറ്റഡ് ആവും. അതിന് പകരം വേണമെങ്കിൽ അനദർ ഡേറ്റാബേസിൽ വേറൊരു സ്ഥലത്ത് നമുക്കൊരു വേണമെങ്കിൽ ഫയൽ കാണിച്ചു കൊടുക്കാം. ഇവിടുന്ന് കിട്ടുന്ന റിസൾട്ട് അവിടെ സേവ് ആവും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ ഇവിടുന്ന് ഞാൻ കാണിച്ചു കൊടുക്കുക, DB2 സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഇത് സേവ് ആവണമെങ്കിൽ ഈ പേരിൽ തന്നെ അവിടെ ഒരു ഫയൽ സേവ് ആവും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ്. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നത് കറണ്ട് ഡേറ്റാബേസിൽ തന്നെ ചെയ്യാം. അപ്പൊ ഇൻസ്പെക്ടിങ് ഓഫീസർ ഓക്കെ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതിനെ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പെക്ടിങ് ഓഫീസർ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ടാകും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫയൽ ഇതാണ്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇൻസ്പെക്ടിങ് ഓഫീസർ ഇല്ല. നോക്കിയേ, ഇൻസ്പെക്ടിങ് ഓഫീസർ ഇവിടെ ഇങ്ങനെ കാണുന്നില്ലല്ലോ, ഇതിൻ്റെ അകത്തൊന്നും കാണുന്നില്ലല്ലോ. പക്ഷെ ആ ക്വറി റൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഇതാണ്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടേബിൾ ഉണ്ടാവും. നോക്കാം, റൺ ചെയ്യുകയാണേ. റൺ ചെയ്തു. ഇനി അതിൻ്റെ അകത്ത് ടേബിളിൽ വന്നു, ഇവിടെ ഇൻസ്പെക്ടിങ് ഓഫീസർ ആകും. ഉണ്ടാവും, ഇൻസ്പെക്ടിങ് ഓഫീസർ വന്നു. അതിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുക. നമ്മളിപ്പോൾ ചെയ്ത സാധനം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് എത്ര ഡേറ്റ ഉണ്ട്? 3446 ഡേറ്റ. മനസ്സിലായി? അപ്പോൾ അതുപോലെ നമുക്ക് ടേബിൾ ഇതുപോലെ മേക്ക് ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ വർക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെലക്ട് ക്വറി നമ്മൾ പറഞ്ഞു, മേക്ക് ടേബിൾ ക്വറി. ഇനി നമ്മൾ ഒരെണ്ണം കൂടെ അതിൻ്റെ അകത്ത് അപ്പൻ്റെ ക്വറി. അപ്പൻ്റെ ക്വറി എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, വേറൊരു ടേബിളുമായിട്ട് ഡേറ്റ ആഡ് ചെയ്യുക. അതാണ് പറയുന്നത് അപ്പൻ്റെ ക്വറി. അതായത് ഇപ്പം നമുക്ക് ഇത് തന്നെ എടുക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ച ടേബിൾ തന്നെ എടുക്കാം. ഇൻസ്പെക്ടിങ് ഓഫീസർ തന്നെ കിടക്കും. അതായത് പറഞ്ഞ സംഭവം മനസ്സിലായാൽ മതി. അതായത് ഇവിടെ ഓൾറെഡി ഒരു ഇൻസ്പെക്ടിങ് ഓഫീസർ ടേബിൾ ഉണ്ട്. അതിൻ്റെ അകത്ത് 3446 ഡേറ്റ ഉണ്ട്. നമ്മൾ പഠിക്കാൻ വേണ്ടി ഈ ടേബിളിൻ്റെ അകത്തോട് തന്നെ ആഡ് ചെയ്യുന്നതായിട്ട് കാണിച്ചു കൊടുക്കാം. കാരണം ഫീൽഡൊക്കെ സെയിം ആയതുകൊണ്ട് അത് തന്നെ ഉപയോഗിക്കുന്നതല്ല. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്ന അപ്പൻ്റെ ക്വറിയാണ്. അപ്പൻ്റെ ക്വറിയാണ്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൻ്റെ ക്വറി ആകുമ്പോൾ ഏത് ടേബിളിലോട്ട് അതിനെ ആഡ് ചെയ്യണമെന്ന് ചോദിക്കും. ഇപ്പൊ ഇൻസ്പെക്ടിങ് ഓഫീസർ എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പൊ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ എടുത്ത ഈ ഇൻസ്പെക്ടിങ് ഓഫീസറിന്റെ അകത്തുള്ള ഡേറ്റ ഇനി വരാൻ പോകുന്നതിൻ്റെ അകത്ത് ഏതാണ്ട് ഇതേ കണ്ടന്റ് തന്നെ കിടക്കും. അതും കൂടെ ഇതിന്റെ കൂടെ ചേർന്ന് ഈ 3446 എന്ന് പറയുന്നത് ഡബിൾ ആവും, ഇരട്ടിയാവും. ഈ ടേബിളും കൂടെ അതിനകത്ത് കൊറി ഒന്ന് റൺ ചെയ്യിക്കാൻ. ഇതാണ് കൊറി. ഈ കൊറിയെ നമ്മൾ റൺ ചെയ്യിക്കാൻ. എന്താ റിസൾട്ട്? റൺ ചെയ്തു. ഇനി അത് ടേബിളിലോട്ട് വരും. ഇനി ഇതിനകത്ത് അകത്ത് 6898. ഇതാണ് അപ്പൻ്റെ കോഡ്. ഇതുപോലെ നമുക്ക് കുറച്ച് ഫോർമുലകളും പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ബാക്കി സംഗതികൾ കൂടെ ക്രോസ് ടാബ്, പിന്നെ അപ്ഡേറ്റ് കുറി, ഡിലീറ്റ് കുറി അതും കൂടെ എടുക്കാം.
സെലക്ട് കുറി ഞാൻ പറഞ്ഞു, മേക്ക് ടേബിൾ കുറി പറഞ്ഞു, അപ്പൻഡ് കുറി. അത് നിങ്ങൾ പിന്നെ തനിയെ ഒരു എക്സസൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.